ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴമൊഴിയുണ്ട്, മരം അറിഞ്ഞാ പൊടിയിടുന്നത്. തന്നെയും വലിയ ഇതിനകത്തിരിക്കുന്നതിൽ സിംഹഭാഗവും ദൈവമക്കളാണെന്നറിയാം. കാരണം മിക്കവരും സ്തോത്രം പറയുന്നില്ല, മിക്കവരും. അപ്പം കാരണം നിങ്ങളിതെല്ലാം ഗ്രഹിക്കുക, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയം വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. എനിക്ക് വളരെ ബഹുമാനം തോന്നി ദാനിയേൽ അയ്യൂർ അവர்களോട്, അല്ലെങ്കിൽ ബഹുമാനമുണ്ട്. സാധാരണ ഇങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പം ചില സമയമൊക്കെ എടുക്ക പതിവുണ്ട്. അദ്ദേഹം വളരെ പരിജ്ഞാനത്തോടെ ദൈവകൃപയോടെ ആ ശുശ്രൂഷ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. പുറകിൽ കസേര ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കസേര ഉണ്ടോ? അപ്പൊ ഒരു സഹോദരിമാരൊന്ന് എഴുന്നേറ്റാട്ടെ, പ്ലീസ് ഒന്ന് എഴുന്നേറ്റാട്ടെ. ഇരിക്കുന്ന കസേരയായിട്ട് മുന്നോട്ട് പോകാം. അടുത്തുള്ളവരുടെ കസേര വലിക്കരുത്. നിങ്ങൾ ഇരിക്കുന്ന കസേരയായിട്ട് നിനക്ക് അത് ഒരു കസേര പോകാനുള്ള നിൽപ്പൊന്നുമില്ല. ഇരിക്കുന്നതിന് മുന്നേ കസേര ഫ്രീ ആണെങ്കിൽ പുറകിരിക്കുന്ന ആള് ഫ്രണ്ടിലോട്ടിരിക്കണം, എന്നിട്ടേ ഇരിക്കാവുള്ളൂ. ഇനി എഴുന്നേക്കേണ്ടി വരുവേ. നോക്ക്, മുന്നിൽ കസേര വല്ലതും ഫ്രീ ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിലോട്ട് കയറിയിരിക്കാം. ആരെയാ കൈ കാണിക്കുന്നത്? അവിടെ ഇരിക്കും. അതിലോട്ട് കയറിയിരുന്നു. ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കയറിയിരിക്കും. മോളെ, കണ്ണാടി മോളെ, മുന്നോട്ട് കയറിയിരിക്കും. മുന്നോട്ട് മുന്നിൽ കസേര ഉണ്ടെങ്കിൽ, ഇത് മുന്നിൽ കസേര കാണാൻ മേലാഞ്ഞിട്ടാണോ അതോ ഇരിക്കാതെയാണോ? അമ്മ എഴുന്നേറ്റ് വാങ്ങി മുന്നോട്ട് വന്നിരിക്കും. ആ ഫ്രീയായിട്ടുള്ള കസേര വന്നിരിക്കും. സഹോദരി അതിൻ്റെ നീല കസേര, പുറകെ ഒരു നാളെ കറുത്ത കസേര കയറിയിരിക്കും. ആ പുറകെ ഇരിക്കുന്ന അമ്മ മുന്നോട്ട് വന്നേ. അമ്മ അവിടെ ഒന്ന് കറങ്ങുക. മുന്നിലൊരു കസേര വെറുതെ കിടക്കുക, അന്ന അതിലോട്ടിരിക്കണം. എന്നിട്ട് ഞാൻ പതുക്കെ പ്രശ്നമില്ല. എനിക്ക് ഞങ്ങളുടെ കൊച്ചുവാൻ പറഞ്ഞ പോലെ ധൃതിയൊന്നുമില്ല. അവന് 8ാം ക്ലാസ്സില് 3 കൊല്ലം തോറ്റു. അപ്പൊ അവന്റെ കൂടെയുള്ളവരും വേണ്ടപ്പെട്ടവരും പറഞ്ഞ, കൊച്ചുമാനെ നിന്റെ കൂടെ പഠിച്ചു വരില്ല, ഡിഗ്രിക്കായി, നീ ഇപ്പോൾ വീട്ടിലല്ലോ. അവൻ പറഞ്ഞു, എനിക്ക് ഒരു ധൃതിയില്ല. ധൃതിയുള്ളവരെല്ലാം അങ്ങോട്ട് പോട്ടെ, ഞാൻ ഓരോ ക്ലാസ്സിലും ഇരുന്ന് നന്നായിട്ട് പഠിച്ചു വെച്ച് പോകുന്നുള്ളത് പറഞ്ഞു. അവരിവിടെ പഠിക്കുക. അപ്പൊ എനിക്ക് ധൃതിയൊന്നുമില്ല. എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നിർത്തുകയും ചെയ്യും. അല്ലെ, ഇനി വരുന്നവർക്ക് സാവകാശമായിട്ട് ഇരിക്കാമല്ലോ. നിങ്ങളുടെ അനുസരണത്തിന് നന്ദി. എൻ്റെ ലക്ഷണം അനുഗ്രഹം പ്രാപിക്കും. അതാണ് വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് ദൈവദാസന് വായിച്ച് സഹായിച്ചാണ്. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രാഭായിൽ നിന്ന്, എനിക്ക് ഇച്ചിരി നല്ല ചൂടുവെള്ളം കിട്ടുകയായിരുന്നു, കൊള്ളായിരുന്നു. അമ്മോന്യരുടെ രാഭായിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോബി, ലോദേബാരിൽ നിന്ന് അമിയേലിന്റെ മകൻ മഖീർ, രോഹേലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസിലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനമരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, തിരുവല്ലയിൽ നിന്ന് പോകുന്നിടയ്ക്ക് വെള്ളം കുടിക്കാൻ നിർത്താനൊന്നും ഓർത്തില്ല. നിന്നാ സമയം പോകും. അപ്പൊ അതിന് പോലും സമയം എടുത്തില്ല. ഇടയ്ക്കൊന്ന് ചിന്തിച്ചതാ ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന്, ഒത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളം കിട്ടുകയായിരുന്നേ. അതൊക്കെ മതി. ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 തിരുവെടുത്തുകളാണ്. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ ഡബ്ബയിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, ലോദേബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗേലീമിൽ നിന്ന് ഗിലെയാദനായ ബർസിലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു.
ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചു മരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാണ്.
മുഴുകിടും ദയവരുകിടും ഒരു പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ ഓ പരമ കരുണ രസരാജേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാനരായ എല്ലാ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനവും നന്ദിയും. ദൈവം സഹായിക്കട്ടെ. പ്രാരംഭത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാം. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും നിങ്ങളെ പോലുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുന്ന സന്ദർഭത്തിൽ എളിയവനെയും കുടുംബത്തെയും തിരുവല്ലായിലെ സഭാ ശുശ്രൂഷ കൂട്ടുവേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്ത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27, 28 തിരുവെടുത്തുകളാണ്. വേദപുസ്തകം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിച്ചവരുമാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായി എന്നെ കേൾക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ചരിത്രം ആരംഭിക്കുന്നത് എബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ്. ഈ ജാതി ജനത വംശം ഉടലെടുക്കുന്നത്. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്ര പിതാക്കന്മാർ രൂബൻ മുതൽ ബെന്യാമീൻ വരെ. പിന്നെ മിസ്രയീമിൽ വെച്ച് ജനിച്ച 2 പിള്ളേർ, യോസേഫിന്റെ പിള്ളേർ എബ്രഹീമും മനശ്ശെയും. ഇങ്ങനെയാണ് ഈ സന്തതി പരമ്പരകൾ. ഇവരെ ദൈവം വർദ്ധിപ്പിച്ചു. യാക്കോബും സങ്കീർത്തനക്കാരും ഒക്കെ പറയുന്ന ഒരു പദമുണ്ട്, ആള് ചുരുങ്ങിയവരായിരുന്നു, എണ്ണത്തിൽ വളരെ കുറവുമായിരുന്നു. പക്ഷെ ദൈവം ഈ ജനത്തെ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഇവരെ ദൈവം മിസ്രയീമിന്ന്, യോസേഫിന്റെ കാലത്ത് മിസ്രയീമിലെത്തി അവിടുന്ന് പുറപ്പെടുവിച്ച് ചെങ്കടലുമൊക്കെ കടത്തി മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് ഇവരെ കനാനിലോട്ട് പോകുകയാണ്. ഇതിനിടയ്ക്ക് പ്രഗത്ഭന്മാരും മിടുക്കന്മാരും എല്ലാം പട്ടുപോയി. കൊടിയാലേഖനത്തില് ഇങ്ങനൊരു പദമുണ്ട്, ഇവരെ തെളിയിട്ടതാണ്. ഷാജി തള്ളിയിട്ടതല്ല, ദൈവം തന്നെ തെളിയിട്ടതാണ്. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും അങ്ങ് ചെല്ലാനൊത്തില്ല. യാത്രാവേളയിൽ പ്രമുഖരായ വ്യക്തികളിൽ അഹരോൻ മരിച്ചു. പർവ്വതത്തിന്റെ മുകളിൽ കയറ്റി അഹരോന്റെ വസ്ത്രം എലയാസിന് കൊടുത്തു. അഹരോൻ മരിച്ചു, അടക്കി. പിന്നീട് നാം പഠിക്കുമ്പോൾ മിരിയാം മരിച്ചു. നല്ല മരണമല്ലായിരുന്നു, എങ്കിലും മരിച്ചു കാദേശില്. ശേഷമായിട്ട് മോശയും മരിച്ചു, ദൈവം അടക്കി. ദൈവം തമ്പുരാൻ ശവസംസ്കാരം നടത്തിയ ഒരാളേ ഉള്ളൂ. സ്തോത്രം. അടക്കിയ സ്ഥലവും കാണിച്ചില്ല. കാണിച്ചിരുന്നെങ്കിൽ ഇന്നും പ്രശ്നമായിരുന്നേ. കാണിക്കാഞ്ഞിട്ട് പ്രശ്നമാണ്. അപ്പൊ എന്തായാലും മോശയുടെ കൈക്ക് വെള്ളം പൊടിച്ച യോശുവ നേതൃത്വത്തിലേക്ക് വന്നു. ഞാൻ എപ്പോഴും പറയും, ഇന്നത്തെ മോശയായിരുന്നെങ്കിൽ ആ നിലയിലല്ല പ്രവർത്തിക്കുന്നത്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന് ഇവര് കനാനിലേക്ക് പോവുകയാണ്. എരിഹോ കോട്ട പിടിച്ചടക്കി ഹായി പട്ടണം നേടി ഗിബയോൻ പട്ടണവും ഇവര് പിടിച്ചു. അങ്ങനെ ഇവര് കനാൻ നാട്ടിലേക്ക് വന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാനൊന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. കനാനിലേക്ക് വന്ന് ഏതാണ്ട് സമാഗമന കൂടാരം ശീലോവിൽ കൊണ്ട് നിർത്തി. അത് എബ്രഹാം ഗോത്രത്തിന് അവകാശമായി കൊടുത്ത സ്ഥലമാണ്. അങ്ങനെ
ദേശം ചീട്ടിട്ട് പകുത്തു കൊടുത്തു. അനന്തരം ഇവരെ ഭരിക്കാൻ നിയന്ത്രിക്കാൻ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശങ്കർ, ഒക്കലിയേല്, യേഹൂദ്, ദബോര, പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ ഇബ്താനും ഗിദയോനും ബാരാക്കും ശിംശോനും. എബ്രായ ലേഖനത്തിൽ വാക്കുകളുടെ വിവരിപ്പാൻ സമയം പോരാ. ഒടുവിൽ പ്രവാചകനും ന്യായാധിപനുമാകുന്ന ശമൂവേലിനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. ശമൂവേലിന്റെ കാലം വന്നപ്പോൾ ഇവര് ശഠിച്ചു, നിർബന്ധിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. ശമൂവേലിന് മനോവസനമായി. ദൈവം പറഞ്ഞു, നീ വ്യസനിക്കണ്ട, ഇവര് നിന്നെയല്ല എന്നെയാ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇവർക്കൊരു രാജാവിന് നിർബന്ധം. നമ്മള് പെന്തിക്കോസുകാർ പറഞ്ഞൊരു ഭാഷയുണ്ട്, പിടിച്ചു മേടിച്ചെന്ന്. അങ്ങനെ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിടിച്ചു മേടിച്ചു, തന്നല്ലാതെ തന്നെ വിടുകയില്ലെന്ന് ഞങ്ങള് ഇരുന്ന് ചെല്ലപ്പെടത്തില്ലേ. 21 അങ്ങ് ഇരുന്നു. ആയിക്കോട്ടെ, ഇതിന് മറുപടി കിട്ടാതെ മുറിയുന്നു ഞാൻ ദൈവം കൊടുക്കും. കാരണം അതിനകത്ത് അങ്ങനെ ചത്താ പിന്നെ ദൈവനാമം ദുഷിക്കുക. നമ്മളോർക്കുന്ന പ്രാർത്ഥിച്ചതിന്റെയാണ്. പിടിച്ചു മേടിക്കുക. അങ്ങനെ പിടിച്ചു ശഠിച്ചു, കണ്ടവാനെ ശഠിച്ചു. ഞാന് ഒരു കാര്യം പറയാൻ, നിങ്ങൾ അംഗീകരിക്കുമോന്ന് എനിക്കറിയത്തില്ല, ഒന്നും പിടിച്ചു മേടിക്കരുത്. എത്ര പേര് യോജിക്കുമെന്ന് അറിയത്തില്ല. നമുക്കുള്ള വ്യവസ്ഥ, കർത്താവ് അവിടത്തേക്ക് ഹിതമാണെങ്കിൽ, അവിടത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവിടുന്ന് അനുവദിച്ചാൽ, ഇതാണ് നമുക്കുള്ള വ്യവസ്ഥയാണ്. പിടിച്ചു മേടിച്ചതെല്ലാം ഒടുവിൽ വിനയായി തീർന്നിട്ടുണ്ട്. ഇല്ലേ? അയ്യോ കൊള്ളാം. പ്രവാചകൻ വന്ന് പറഞ്ഞ് അത് പോകും, ഗൃഹകാര്യം അയാള് വിദ്യക്ക് തിരിഞ്ഞയച്ച് പറഞ്ഞു, നേരത്തെ നടന്നതെല്ലാം ഓർക്കണം. പഴയ വാട്സപ്പിൽ കിടന്നതെല്ലാം എടുത്ത് കാണിച്ചു. അവിടെ ട്രാക്ട് കൊടുത്തത്, അവിടെ പരിശോധന നടത്തിയത്, അവിടുത്തെ പ്രവർത്തനം, ഇവിടുത്തെ ഇതെല്ലാം എന്റെ ഭാഷയാണ്. അപ്പൊ നടുവിറ്റത്ത് പോയ പ്രമാണികൾ തിരിച്ചു വന്ന് പറഞ്ഞു 15 ആണെന്ന് പറഞ്ഞു. ഞാനും നിങ്ങളും സഭയിൽ വന്നാണെങ്കിൽ ഭയങ്കര സാക്ഷ്യം പറയും. അവിടുത്തെ ഉപദേശി ഞാനാന്ന് പറയും. നമ്മുടെ എസ്റ്റിയാച്ചാനെ കഴിഞ്ഞ ദിവസം മരിച്ചു പോകേണ്ടതായിരുന്നു, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം 15 വർഷം കൂട്ടിക്കൊടുത്തു. നമുക്ക് കരം ഉയർത്തി ഒരു 3 കല്ലേരിയ ഉറക്കെ. ഇപ്പൊ അങ്ങനല്ല പറയുന്ന, നല്ല കല്ലേരിയായിരുന്ന. അപ്പൊ ഏതാണ്ട് ചീത്ത കല്ലേരിയായ ഉണ്ടെന്ന് എനിക്കങ്ങ് തോന്നുക. ഈ പറയുന്നതാണ് ഉദ്ദേശിക്കുന്ന ഉറക്കെ പറയണമെന്ന. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പറ, ഉറക്ക 3 കല്ലേരിയ, അതിനെ പറഞ്ഞ നല്ല കല്ലേരിയ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? മറുവശം ചീത്ത കല്ലേരിയ കണ്ടുണ്ടെന്ന. കല്ലേരിയ എല്ലാം നല്ലതാ, അത് ഉറക്കയും പതുക്കെയും പറയുന്നതേ ഉള്ളൂ. ഉറക്കെ പറയുന്ന കുറച്ചുകൂടെ നല്ലതാണ്. എന്തായാലും ഈ 15 വർഷം കൂട്ടിക്കെട്ടി ഗുണമായില്ല. ആ 15 വർഷത്തിലെ 2ാമത്തെ വർഷം ആ ഒരു ചെറുക്കനുണ്ടായത് മനേഷ്. ഇതുപോലെ കൊള്ളു തരാത്തെടുത്ത് നിങ്ങളോടൊന്നും പറയണ്ടല്ലോ, എന്ത് വൈതരണി ഉണ്ടായി. ഇത് പിടിച്ചു മേടിച്ചതാണ്, പിടിച്ചു മേടിക്കരുത്. സ്തോത്രം, അവിടുത്തെ ഹിതം. ഇവര് നിർബന്ധിച്ച് ഒരു രാജാവിനെ ചോദിച്ചു. അങ്ങനെ ബെന്യാമീൻ ഗോത്രത്തിൽ കീശന്റെ മകൻ ശമൂവേലിനെ പ്രഥമ രാജാവായിട്ട് കൊടുത്തു. യഹൂദയിൽ നിന്ന് ആ രാജാവ് വരേണ്ടത് പക്ഷേ വന്നില്ല. ബെന്യാമീൻ ഗോത്രത്തിന് നിർത്തനം കൊടുത്തു. അത് വചനം പഠിക്കുന്നവർക്ക് കാരണം എന്നാന്നറിയാം. ആ ഭാഗമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തൈലപാത്രത്തിൽ തൈലമെടുത്ത് ആ ശമൂവേലിന്റെ ശിരസിലൊടിച്ചു. രാത്രി വീട്ടിൽ പാർന്നു. രാവിലെ 2 പേരും കൂടെ ഭൃത്യനും പുള്ളിയും കൂടെ പോയപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഭൃത്യനോട് മുമ്പേ പോകാൻ പറഞ്ഞു, നീ അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാറുണ്ട്. അങ്ങനെ ശമൂവേൽ തൈലപാത്രത്തിലെ തൈലമെടുത്ത് ശമൂവേലിന്റെ ശിരസിൽ അഭിഷേകം ചെയ്തു പറഞ്ഞു, ദൈവം നിന്നെ ഇസ്രായേലിന് പ്രഭുവാക്കി തീർത്തിരിക്കുക. നീ എന്നെ പറഞ്ഞ് സെൻസസിൽ റാഹേലിന്റെ കല്ലറയ്ക്കരികെ ചൊല്ലുമ്പോൾ 2 ആളെ കാണും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെ ഒന്ന് വായിച്ചു. ആ 10:1 മുതൽ 1 വായിച്ചു, പെട്ടെന്ന് വായിച്ചു. സഹോദരിമാരും എടുത്തവർക്ക് വായിക്കാം. മൈക്ക് തന്നെ വേണമെന്നില്ല, ശബ്ദമുള്ളവർക്ക് വായിക്കാം. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്തവനെ തലയിലൊടിച്ചവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി, അവകാശത്തിന്റെ പ്രഭുവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നെ നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കലെ സെൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്കരികെ വെച്ച് 2 ആളെ റാഹേലിന്റെ
കല്ലറക്കരികെ വെച്ച് രണ്ടാളെ കാണും. ആ പശ്ചാത്തലവും ഭാഗമൊക്കെ ദൈവദാസന്മാർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിപ്പോ ഇരിക്കുന്ന ഞാൻ പറയുന്ന ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയാ. ഞങ്ങൾ പറയാൻ പോലെ ആണോ പുള്ളി പറയുന്നത്? തെറ്റുന്നുണ്ടോ? നിങ്ങളിരിപ്പ് കാണുമ്പോ എനിക്കറിയാം. അപ്പൊ റാഹേലിന്റെ കല്ലറക്കരികെ കൂടാണ് ഈ പോകുന്നത്. ബെന്യാമീന്റെ ആദരിക്കൽ. നാടൻ ഭാഷ പറഞ്ഞാൽ നീ കല്ലറ എന്ന് കണ്ടേച്ചേ പോകാവൂ. നിന്നെ പ്രഥമ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുക. ഇത് നല്ല മനസ്സോട് കൊടുത്തതല്ല. ഹോശിയ പ്രബന്ധത്തിലൊക്കെ വായിക്കുന്നത് കോപത്തിൽ കൊടുത്തതാണ്. കോപത്തിൽ സന്തോഷത്തോടെ കൊടുത്തതൊന്നും പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം. നമുക്ക് കിട്ടിയത് പലതും പുള്ളി കോപിച്ച് തന്നതാണ്. എന്റെ കാര്യം എനിക്കറിയാം. നമ്മളിതെല്ലാം കിട്ടി ഗ്ലോറി വിക്ടറി കാല് പഠിക്കുന്നു പറഞ്ഞ് നമ്മളെ ആടുക. സൂക്ഷ്മമായിട്ടും നല്ല രീതിയിൽ പഠിച്ച മിക്കതും പുള്ളി നല്ല മനസ്സോടെ താന്നതല്ല. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഉടക്കുവോ? ഇല്ല, ഉടക്കിയാൽ ഈ കഥയിൽ കൂടെ ഞാൻ ഇറങ്ങിപ്പോകും. ചിലർക്ക് ഭയങ്കര വീട് ദൈവം കൊടുത്തെന്നാ പറയുന്നത്. ഞാൻ എതിർക്കുന്നില്ല. 2-3 നില ഭയങ്കര മാർബിൾ കെട്ടിടങ്ങൾ ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് നല്ല കാര്യം. മുറികൾ ധാരാളമുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു നല്ല യോഗം വെച്ചിട്ടില്ല. പുള്ളി കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി കൊടുത്തതാ, പക്ഷേ സന്തോഷത്തോടെ തന്നെയല്ല. നല്ല വീട് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഒരാൾ സഹായത്തിന് വരുത്തുമില്ല. ഒരാൾ വീട്ടിൽ കോപത്തിൽ തന്നതാണ്. വീടും ചുറ്റുപാടും ഇല്ലാതിരുന്ന കാലത്ത് എല്ലാവരും യോഗത്തിന് വരും, നേരത്തെ വരും. ഇപ്പൊ പൂട്ടി ഒന്ന് പൂട്ടി നോക്കി, ഒന്നുകൂടെ പൂട്ടി നോക്കി, ഒന്നുകൂടെ പിന്നെ ഇടിച്ചു നോക്കി, എന്നിട്ട് പിന്നെ അതേ പിടിച്ചൊന്ന് കുലുക്കി നോക്കി. മിക്കതും കോപത്തിൽ തന്നതാണ്. വണ്ടിയില്ലാഞ്ഞ കാലത്ത്, സൈക്കിൾ പോലും ഇല്ലാഞ്ഞ കാലത്ത് സഭായത്തിന് നേരത്തെ എത്തും. മുട്ടടിക്കും, കൈയടിക്കും, പാട്ട് പാടും, ആരാധിക്കും. ഇപ്പൊ 1-2 വണ്ടിയായി കഴിഞ്ഞ വരുന്നില്ലല്ലോ ചിലര്. എന്നെ ജോർജ് യോധന് വണ്ടിക്ക് ഒരു പണിയുണ്ടാകും. താമസിക്കാതെ നിനക്ക് ഒരു പണി വരും. ഈ പോകാൻ പോകുന്നത് രാജാവിനെ കിട്ടി, രാജാവിനെ കൊടുത്തു, സന്തോഷമൊക്കെയാ. പക്ഷെ അത് നല്ല മനസ്സോടെ കൊടുത്തത് കോപത്തിൽ കൊടുത്താണ്. ഈ വേറൊരു കാര്യമുണ്ട്. നശിക്കാനാണെങ്കിലും ദൈവം കൊടുക്കുമ്പോൾ നല്ലതിനെ കൊടുക്കുകയുള്ളൂ. ഇത് ഗുണം വരുത്താൻ കൊടുത്തതല്ല. നശിക്കാനാ കൊടുത്തെങ്കിലും കൊടുത്തപ്പം പിന്നെ ഇസ്രായേലിലെ പുരുഷന്മാരെ എല്ലാം കൂടെ ഇറക്കി അങ്ങോട്ട് നിർത്തിയാൽ എല്ലാവരെക്കാളും തോൽപ്പൊക്കമുള്ളവൻ. സന്തോഷത്തോടെ കൊടുത്തതല്ല, എങ്കിലും കൊടുത്ത പുള്ളിയല്ലേ കൊടുത്തത്. പുള്ളിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചേ കൊടുക്കുകയുള്ളൂ. നമ്മളെന്തെങ്കിലും കൊടുത്ത ആ എലി കടിച്ച ചെത്തി കളഞ്ഞേച്ച് ബാക്കി പെയ്ത്തോന്നില്ല. പൗവാല് കടിച്ച ഏത്തക്ക എന്നാ ഒരു പടല കളഞ്ഞേച്ച് ബാക്കി. നിങ്ങൾ കൊടുത്ത കാര്യമല്ല, ചിലരുടെ കാര്യമാണ്. വെട്ടുപാനം വന്ന ഒരു കണ്ണാല് എന്നാ മാസോത്തിന് തട്ടിയേക്കാം. വസന്ത വന്ന 2 കോഴി ആ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതല്ലേ. പക്ഷെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നു. ഞാനും നിങ്ങൾ കൊടുത്താലൊക്കെ ഒപ്പിക്കുക. പക്ഷെ ദൈവം നശിക്കാനാണെങ്കിലും കൊടുത്തപ്പോൾ നല്ലതിനെയാണ് കൊടുത്തത്. ഇസ്രായേലിന്റെ പുരുഷന്മാരെ ഇറക്കി അങ്ങോട്ട് നിർത്തിയാൽ എല്ലാവരെക്കാളും തോൽപ്പൊക്കമുള്ളവൻ കൊടുത്തു, പിടിച്ചോളം പറഞ്ഞു. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. രാജാവിനെ കിട്ടി, ആനന്ദമാണ്. ഈ രാജാവിനെ അഭിഷേകം ചെയ്തപ്പോൾ ദൈവം തമ്പുരാൻ ശമൂവേലിൽ കൂടി പറയാം, പിന്നെ നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവായിട്ട് ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. നീ പിന്നെ ഇന്ന് എന്റെ പേര് സെൻസസിൽ ബെന്യാമീന്റെ അതിരിക്കൽ റാഹേലിന്റെ കല്ലറക്കരികെ ചൊല്ലും. അവിടെ ഒരു കൽത്തൂണ് നിന്റെ വല്യപ്പൻ നാട്ടിയിട്ടുണ്ട്. അത് കണ്ടേച്ചൊക്കെ പോകാവൂ. കാരണം കൂടെ പറയാം. നിന്റെ വല്യമ്മച്ചി റാഹേൽ, റേച്ചലാൻറ്റി വിടേണ്ട കാര്യം വിടാതെ, ഉപേക്ഷിക്കേണ്ട കാര്യം ഉപേക്ഷിക്കാതെ, വർജിക്കേണ്ട കാര്യം വർജിക്കാതെ രഹസ്യമായി കൊണ്ടു നടന്നത് കൊണ്ട് വല്യമ്മച്ചിക്ക് മക്പേലായി എത്താൻ ഒത്തില്ല. വഴിയരികെ നീയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, ത്യജിക്കേണ്ടത് ത്യജിച്ച്, വർജിക്കേണ്ടത് വർജിച്ച്, അത് പ്രമാണപ്രകാരം ജീവിച്ചില്ലെങ്കിൽ തന്തരിവ. അല്ലാതെ അങ്ങനെ തന്നെ ഒത്തല്ലോ. അങ്ങനെ തന്നെ ഒത്തു. സ്തോത്രം. അപ്പം പണ്ട് കൂടാരമെല്ലാം കൂടെ കയറി പരിശോധന നടത്തി വന്ന കൂട്ടത്തിൽ
അപ്പൻ ആരാ? റേച്ചലിന്റെ അപ്പൻ. റേച്ചലിന്റെ ഫാദറിന്റെ പേരിന്റെ അമ്മാമേ റേച്ചൽ ആന്റിയുടെ അമ്മയാ ഓർക്കുക. ദൈവമേ ഫ്രണ്ടി വന്നിരിക്കുകയും ചെയ്തു. സന്തോഷം കൊണ്ട് ചോദിച്ചത് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കില്ല, റേച്ചലിന്റെ പിതാവേ ലാബാനെ യാക്കോബ് വീട് വിട്ടു പോയപ്പോ ഗൃഹബിംബം കാണുന്നില്ല. അയാൾ അതിന് വന്നതാ. പക്ഷെ വന്നെങ്കിലും പുള്ളി പറഞ്ഞത് വേറെ. എന്റെ മോനെ നീ എന്നോടൊരു വാക്ക് പറയാറ് പോയല്ലോ. ഞാനൊരു സെന്റ് ഓഫ് ഈ ചില സമയത്തൊക്കെ 2-3 കൊല്ലം ചില മാർച്ചമാരിക്കും ഉടക്കാണെങ്കിലും ബഹളമാണെങ്കിലും കമ്മിറ്റിക്കാര് പറയാം പുള്ളി ഉടക്കാണെങ്കിലും നമുക്കൊരു സെന്റ് ഓഫ് കൊടുത്ത് ഇതെന്നല്ലാവാനും പറഞ്ഞു. എടാ, യോജിപ്പില്ലാത്തവന്റെ സെന്റ് ഓഫ് എന്തിനാ മേടിക്കുന്നേ? പുസ്തകത്തിലെ വാക്യം വേറെ വിഷയമാണെങ്കിലും പ്രമാണം ഇങ്ങനെ കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സാധുഭോജ്യങ്ങൾ വിളിച്ചത് ദൈവമാണ്, പുലർത്താൻ ദൈവം വിശ്വസ്തനാണ്. ഈ പ്രവർത്തനത്തെ ദൈവം ആണ് സ്ഥാപിച്ചതെങ്കിൽ, ദൈവം ആരംഭിച്ചെങ്കിൽ അത് കർത്താവിന്റെ വരവരെ നന്നായി കൊണ്ടു നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ലാഭം എന്ന് പറഞ്ഞ് എന്തിനാ നീ ഒരു വാക്ക് പറയാറ്? നീ പറയുകയാണെങ്കിൽ ഞങ്ങള് പാട്ടുകാരെയൊക്കെ വിളിച്ച് വീണ, മുരജം, തമ്പുരു, കിന്നരം, രണ്ടൊരാൾ വായിച്ചു കിന്നാരമെന്ന് ഉപദേശിച്ച് പറഞ്ഞു. ഒത്തിരി കിന്നരിക്കണ്ട, അവിടെ ഇരുന്നോളാം. ഇപ്പൊ കിന്നാരമാണല്ലോ. അതെ, കിന്നാരമാണ്. മാന്യമായിട്ട് നല്ല നിലയിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്ന മാന്യ സഹോദരങ്ങളുണ്ട്, ഇവിടെയുമുണ്ട്, എവിടെയുമുണ്ട്, പലയിടത്തുമുണ്ട്. എന്നാൽ മിക്കവരെ നിങ്ങൾ ചിന്തിച്ച് കിന്നാരമാണ്. സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ മൊബൈലിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നിന്ന് കിന്നരിക്കുക. എല്ലാരും അല്ല, ചിലരെ മിണ്ടുന്നില്ല. മിണ്ടുവൊന്നും വേണ്ട. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ അതെ, ആ ഭാഗത്ത് ഞാനിപ്പോ പോകുന്നില്ല. വരുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെ പറയാം. നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വീണ, മുഴുവൻ, തപ്പുരു, ആ കിന്നരം, കൈ, ഇതൊക്കെ നല്ല സെന്റ് ഓഫ് ഇരിക്കല്ലേ. ജേക്കബ് പറഞ്ഞ അച്ഛാ അത് പെട്ടെന്നായതുകൊണ്ട് ഞാൻ അപ്പൊ പുള്ളി പ്ലേറ്റ് കഴിച്ചു. ആട്ടെ, നീ ഓടിപ്പോന്ന് എന്റെ പിമ്പോ അടിച്ചു മാറ്റി എന്തിനാണ്? യാക്കോബ് പറഞ്ഞു ഞാൻ ഇന്ന് വരെ ആരുടെ ഒന്നും മോചിച്ചിട്ടില്ല. ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. ചേട്ടനെയൊക്കെ കളിപ്പിച്ചാൽ ഞാൻ വന്നത് അതുകൊണ്ട് അമ്മാച്ചൻ എന്നെ നന്നായിട്ട് കളിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചേട്ടനെ അപ്പനെ പട്ടാപ്പകൽ കളിപ്പിച്ചു, അച്ഛൻ എന്നെ രാത്രി. അത് നമ്മൾ തമ്മിലൊരു ധാരണയാണ്. ഞാൻ എന്റെ ചേട്ടനെ കളിപ്പിച്ചപ്പം എനിക്ക് കളിപ്പീര് കെട്ടി. ഞാൻ എന്റെ അപ്പനെ പട്ടാപ്പകൽ കളിപ്പിച്ചു, അമ്മാച്ചൻ എന്നെ പാതിരാത്രി കളിപ്പിച്ചു. ഞാൻ എന്റെ അപ്പനെ കണ്ണിന് കാഴ്ചയില്ലാത്തപ്പോ കളിപ്പിച്ചു. എനിക്ക് 2 കണ്ണും തെളിഞ്ഞിരിക്കുമ്പോഴാണ് അമ്മാച്ചൻ എന്നെ കളിപ്പിക്കുന്നത്. അല്ല, വിതയ്ക്കുന്നത് കൊയ്യുമല്ലോ, വിതയ്ക്കുന്ന കൊയ്യുമെന്ന്. ഇത് ബന്ധനം പോരാട്ടമെന്ന് വരെ വിതച്ചത് കൊയ്തതാണ്. നമ്മളവിടെ പറയും ബന്ധനമാണ്. ചില പോരുകൾ നീ അഴിയാനുണ്ട്, ഒന്നും അഴിയാനില്ല. ഇതെല്ലാം നീ വിതച്ചത് അക്ക വിട്ട് കൊയ്ത ഇവിടുന്ന് പോകും. ഞാൻ സാധ്യത അതുകൊണ്ട് ഒരുങ്ങിയിരുന്നോണം കൊയ്യാൻ. ലാഭാൻ പറഞ്ഞു നീ എന്തിനാ എന്റെ ഗൃഹം അടിച്ചു മാറ്റിയത്? യാദവ് പറഞ്ഞ എന്റെ അച്ഛാ ഞാനിത് വരെയാണ് മോട്ടിൽ, ഞാൻ നിന്റെ വീട്ടിൽ എത്ര കൊല്ലം താമസിച്ചു, നീ 10 പ്രാവശ്യം എന്റെ പ്രതിഫലം മാറ്റി. ഞാനേ ഒന്നും എന്റെ ശുശ്രൂഷയുടെ വിധം നിനക്കറിയാം. പകല് ഞാൻ വെയിൽ കൊണ്ടു, രാത്രി ഞാൻ ശീതമേറ്റു. ഇതാ ശുശ്രൂഷ. ഒരു നല്ല ഇടയന്റെ ഗുണഗണങ്ങൾ അവിടെ ന്യായമായി ചിന്തിച്ചാലുണ്ട്. കടിച്ചു കീറിയതും ചെന്നായി പിടിച്ചതും ഒക്കെ ഞാൻ ഉത്തരവാദിയല്ലായിരുന്നോ? ഇന്നിപ്പോ ആർക്കും വെയിലും കൊള്ളാൻ ഒക്കുന്നില്ല, വെയിലും കൊള്ളാൻ പറ്റുകയില്ല. ശീതം 10 വന്നു, 12 ആകുമ്പോൾ നിർത്തണം. വലിയ ബുദ്ധിമുട്ടാണ്. 12 ആകുമ്പോഴേ ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കും. 1 മണിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. അല്ല, മാസ്റ്റർമാരിലും ഉണ്ട് ചിലര് ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വെറുതെ എന്തിനാ വന്ന് അലോഗ്യം ഉണ്ടാക്കി വെച്ച് പോകുന്നത്. ഞാൻ പകലെ വെയിൽ കൊണ്ടുപോ, രാത്രി ശീതമേറ്റു. നിന്റെ ഒരാളിനെ പിടിച്ച് ഞാൻ കണ്ടിച്ചില്ലല്ലോ. നീ 10 പ്രാവശ്യം എന്റെ പ്രതിഫലം മാറ്റി. ഞാൻ ആരുടെ ഒന്നും മോട്ടിച്ചിട്ടില്ല. പിന്നെ സംശയം ഉണ്ടേ കൂടാരോ എല്ലാം പരിശോധിക്കും.
ലാബാൻ എല്ലാം കൂടാരം കണ്ടി പരിശോധിച്ച് ഒടുവിൽ പൊന്നുമോടെ കൂടാരത്തിൽ വന്നു. റേച്ചൽ ആന്റി, റേച്ചൽ ജേക്കബ്. അല്ല, പിള്ളേരുടെ ഭാഷ പറഞ്ഞ വെടിക്കെട്ട് പേരാ. പക്ഷെ ഇതുപോലൊരു കള്ളിത്തള്ള പേരൊക്കെ നല്ലതാ. എന്നെ ഇങ്ങനെ അപ്പോൾ റേച്ചലിന്റെ കൂടാരത്തിൽ വന്നു. എന്റെ ഭാഷ ഞാൻ ബെല്ലടിച്ചു, ഇന്നത്തെ രീതി വെച്ച് ബെല്ലടിച്ചു. അവിടുന്ന് അത്ര പ്രൈസലോടൊന്നും അല്ലെങ്കിലും ആരാ മോളെ? ഞാനാ പപ്പ ഞാൻ ഫാസ്റ്റിംഗ് പ്രയറില്ല. എന്നാ ഇങ്ങോട്ട് വന്നേ മോനെ, ഒരു കാര്യം പറയാനാ. ഇല്ല, എഴുന്നേക്കത്തില്ല. ഞങ്ങളെ ഫാസ്റ്റിംഗ് തുടങ്ങിയാൽ അത് തീരാതെ എഴുന്നേക്കത്തില്ല. അപ്പൊ അപ്പന് ഓർത്താട്ടെ, വീട്ടിൽ നിന്നപ്പോ ഇച്ചിരി അലങ്കാരവും തന്നെ ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പം കല്യാണം കഴിച്ചപ്പോ കുറെ ഒതുങ്ങിയല്ലോ. അല്ല, അങ്ങനെ കൊണ്ട് റേച്ചല് അല്പ അഹങ്കാരിയായിരുന്നു. അഹങ്കാരത്തിന്റെ ഒരു തെളിവാണ് യാക്കോബിനോട് എനിക്ക് ഇവിടെ പറയാ, നീ പിള്ളേരെ തന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്ന ചില സഹോദരിമാരുണ്ട്, എല്ലാവരും അല്ല. അഭിപ്രായ വ്യത്യാസം വന്നാണെങ്കിൽ അകത്തോട്ട് ഒരു വാതിലും പിടിച്ചടച്ചു, അനക്കവുമില്ല. അവൻ മുട്ടുക, റേച്ചലേ 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 റേച്ചലേ. ഈ അർദ്ധരാത്രിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? കൂട്ടുകാരോട് പറയാൻ പറ്റുമോ? അപ്പനോട് അമ്മയോട് പറയാൻ പറ്റുമോ? സഭക്കാരോട് പറയാൻ പറ്റുമോ? ഭാഷയോട് പറയാൻ പറ്റുമോ? ഇരുന്ന് തീ തിന്നുക. എനിക്ക് ചിലരെ അറിയാം. അവള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഭർത്താവിനെ ഒത്തിരി തീ തീറ്റിച്ചവളാണ്. അഹങ്കാരം. തന്നെയല്ല, ജ്യേഷ്ഠത്തിയായിട്ട് കുസ്തിയ, ചെടുതിയായിട്ട്. വേറൊരു ഭാഗത്തുണ്ട് മരുക്കമില്ലാത്ത പശുക്കിടാവെന്ന ഇണക്കമൊന്നുമില്ല. പിന്നെ സൗന്ദര്യത്തിന്റെ അല്പ ഹുമ്പുമൊക്കെ ഉണ്ട്. കാരണം ചേട്ടത്തിന്റെ കണ്ണ് അത്ര നല്ലതുമല്ല. ഇങ്ങനൊക്കെ പിടിവാശി അഹങ്കാരം. അപ്പോൾ അപ്പൻ ഓർത്തു, ആടെ കല്യാണം കഴിച്ചപ്പോഴെങ്കിലും ഇവള് കുറെ ഒതുങ്ങി ഉപസിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആടെ മോളെ പ്രാർത്ഥിച്ചോ, പപ്പായ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് എഴുന്നേക്കാൻ പാടില്ല. ലാബാനിന് പോയി, യാക്കോബിനെ അറിയിച്ചില്ല. യാക്കോബ് ഈ വിഷയമൊന്നും അറിഞ്ഞില്ല. ഇവള് ഗൃഹം പാടിച്ചു മാറ്റി ഒട്ടകത്തോപ്പിനകത്തിട്ട് അതിന്റെ മേളിൽ അവൻ ഇരുന്ന് വായുവൊക്കെ ഇട്ട് ഇവൾ ആത്മാവിലാകുന്നത്. യാക്കോബ് പറഞ്ഞില്ല, പിള്ളേര് പറഞ്ഞില്ല. എന്ത് വിദഗ്ധമായിട്ട് അമ്മാമ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കഴിവുള്ള സ്ത്രീകളുണ്ട്. നാട്ടുകാരും പഠിക്കും ഇതുപോലെ കഴിവുള്ള ഒരു അമ്മാമ നല്ലതാണ്. ഒരു ദിവസം ദൈവം നിന്നെ പിടിക്കും. ഒരു ദിവസം പിടിക്കും. എന്തിനേറെ എബ്രാത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ റാഗേലെ വഴികരിയിൽ വെച്ച് പ്രസവിക്കുക. ഓടിച്ചെന്ന് പറഞ്ഞ ഭാഗം വിടാം. അപ്പോൾ ഇവള് വഴികരിയിൽ വെച്ച് പ്രസവിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ബെന്നോനി, ദുഃഖത്തിന്റെ വേദനയുടെ കണ്ണുനീരിന്റെ പുത്രൻ. അവന്റെ അപ്പൻ അതിന്റെ ബെന്യാമീൻ, വലങ്കയുടെ പുത്രൻ എന്ന പേര് ഇട്ടത്. റാഗേല് വഴികരികെ വെച്ച് മരിച്ചു. അവളെ അവൻ അടക്കി. യാക്കോബ് ഒരു തൂണം നിർത്തി ഓർമ്മയ്ക്ക്. ഇടയ്ക്ക് കയറി പറയാം, ഈ റേച്ചല് അല്ലെ റാഗേല് മരിച്ചതിനെ പറ്റി വേദപഠിതാക്കൾ ഇവരൊക്കെ നന്നായിട്ട്, സാറും ഒക്കെ നന്നായിട്ട് ആ വിഷയമൊക്കെ അപഗ്രഥിച്ച് പഠിപ്പിക്കുന്നവരുമാണ്. റേച്ചല് മരിച്ചതിനെ പറ്റി പറയുന്നത് ബ്ലഡ് നിന്നില്ല, ബ്ലഡ് പോയി മരിക്കുകയാണ്. അവിടെ ഒരു പദമുണ്ട്, കഠിന വേദന. അങ്ങനെ പദമുണ്ട്, കഠിന വേദന. രണ്ടാമത്തുള്ളൊരു പദം ജീവൻ പോകുന്ന നേരത്ത്. നിങ്ങൾ എടുത്തെങ്കിലും ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 16 മുതലാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചോ എടുത്തവരെ.
അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ആ എഫ്രാത്തയിൽ എത്തുവാൻ ആ മൈക്കിങ്ങോട്ടൊന്ന് കൊടുത്താട്ടെ ദൈവദാസനെ. ഇദ്ദേഹം മൈക്കിൽ കൊണ്ടൊന്ന് വായിച്ചോട്ടെ. വായിച്ചു. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവർക്ക് കഠിനവേദന. അങ്ങനെ പ്രസവത്തിൽ അവർക്ക് കഠിന വേദന ആയിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന്. ഒരു മകനാ, ഒന്നുണ്ടല്ലോ യോസേഫ്, ഇതും ഒരു മോനാ. പിന്നെ എന്നാൽ അവൾ മരിച്ചുപോയി. അടുത്ത വാക്യം. ജീവൻ പോകുന്ന സമയം. അതാണ് ജീവൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ജീവൻ രക്തത്തിലല്ലയോ, ജീവൻ രക്തത്തില. ജീവൻ പോകുന്ന സമയം ബ്ലഡ് നിൽക്കുന്നില്ല. ലാബാൻ കൂടാരത്ത് വന്ന് പരിശോധിക്കാൻ നേരത്തെ ഇവള് കള്ളം പറഞ്ഞു. നിങ്ങളെ പരിജ്ഞാനവും അറിവും എന്നെ പറ്റി പറയുന്ന ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്നാ. അത് സത്യമായ കാര്യമാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇന്നാൾ ഒരാൾ പറഞ്ഞു, അയാളുടെ യോഗത്തിൽ നിന്ന് പോയി മുന്നിരിക്കുക, അയാൾ വിവരമുള്ളവനല്ല, വല്ലതും വിളിച്ച് പറയും. അതും ശരിയാ, ഞാൻ അംഗീകരിക്കുക ഇതല്ല. അപ്പം എനിക്ക് അങ്ങനെയൊക്കെയാ. നിങ്ങൾ അറിവും വിവരവും ഉള്ളവരാണല്ലോ. ഏത് വിഷയത്തിൽ ഇവള് കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി. ഞാൻ വളരെ ഭയത്തോടായിരുന്നു പ്രസംഗിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശയിലെക്കുന്ന ദൈവവൈതൽ കള്ളം പറയരുത്. ജീവൻ പോകേണ്ടി വന്നാലും കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ ജീവൻ പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പൻ വന്നപ്പോ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പാടില്ലെന്ന്. അപ്പം വിശ്വസിച്ചു, ഭർത്താവും വിശ്വസിച്ചു, പിള്ളേരെയും വിശ്വസിപ്പിച്ചു. എന്ത് മിടുക്കിയാണ് അമ്മാമ്മ. സ്വയമായിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, അയ്യോ എന്നെ പോലെ മിടുക്കുള്ളൊരു സഹോദരി തന്നെ തന്നെക്കും അങ്ങനെ ചിന്ത ഉണ്ടാകും. പിന്നെ തന്നെ തന്നെക്കും വളരെ ഓരോന്നുണ്ടാകുന്നു. ചിലപ്പോൾ ഭർത്താവും അഭിനന്ദിച്ച് കാണുമായിരിക്കാം പിന്നീട്. എന്നാലും എന്റെ റേച്ചിലെ നീ എങ്ങനെ ഇത്ര വിദഗ്ധമായി നിന്റെ അപ്പൻ എന്നെ കളിപ്പിച്ച അപ്പൻ, ആ അപ്പനെ നീ ഇവിടെ എല്ലാവരെയും കളിപ്പിക്കാൻ കേട്ടോ. സെൻട്രൽ പാസ്റ്ററെ കളിപ്പിക്കാൻ, ലോക്കൽ പാസ്റ്ററെ കളിപ്പിക്കാൻ, സെക്രട്ടറിയെ കളിപ്പിക്കാൻ, സെക്രട്ടറിക്ക് ട്രഷാറെ കളിപ്പിക്കാൻ, ട്രഷാറിനും സെക്രട്ടറിയും കൂടെ കമ്മിറ്റിക്കാരെ കളിപ്പിക്കാൻ, മൊത്തത്തിൽ എല്ലാവരെയും കളിപ്പിക്കാൻ, നാട്ടുകാരെ കളിപ്പിക്കാൻ, സഹോദരങ്ങളെ കളിപ്പിക്കാൻ, എല്ലാവരും കളിപ്പിക്കാം. കരിമണ്ടെന്നതൊക്കെയാ. ഒരു പുള്ളി കണ്ട ഒടുവിൽ ഒരു പിടി കൂടും. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ഭയങ്കര മിടുക്കിയ സോദരി സമാജത്തിന്റെ പ്രസിഡന്റ് അമ്മാമ. ഇവിടുത്തെ കാര്യല്ലേ. ഒടുവിൽ പിടിച്ചു. ബ്ലഡ് നിൽക്കുന്നില്ല. ജീവൻ പോകുന്ന സമയം. അങ്ങനെ ഒന്നുകൂടെ വായിച്ചു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കാൻ, ബ്ലഡ് നിൽക്കുന്നില്ല. അപ്പം വന്നപ്പോ കള്ളം പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ വിഷയത്തിൽ ദൈവം പിടിച്ചു. PYC അല്ലേ? PYCയുടെ ബഹുമാനപ്പെട്ടവരോടെല്ലാം എനിക്ക് പറയാനുള്ള സന്ദേശത്തിൽ പ്രധാന സന്ദേശം കള്ളം പറയരുത്. നിങ്ങൾ കള്ളം പറഞ്ഞെന്നോ പറയുമെന്നല്ല, ഞാൻ വന്നതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. സത്യമേ സംസാരിക്കാവൂ. ചില സന്ദർഭത്തിൽ സത്യം പറഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ മൗനമായിട്ടിരുന്നേക്കണം. എന്നാലും കള്ളം പറയരുത്. നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചില സന്ദർഭത്തിൽ സത്യം പറയത്തില്ല, എന്നാൽ കള്ളവും പറയില്ല.
അതെങ്ങനെയാണെന്നായിരിക്കും. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞാന് എന്നെ വിളിച്ചത് ഡെന്നിസ്റ്റാണ്. എന്ത് ചെയ്യാ പോയോ? ആ വെള്ളിയിലാണെങ്കിലും ഉണ്ടല്ലോ, മതി. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇപ്പൊ എവിടെ ആയി? അപ്പം നേരത്തെ ഞങ്ങളൊരു ധാരണ ഉണ്ടായിരുന്ന ഒരു 7:30 എനിക്ക് മൈക്ക് തരണം, അതിന് മുമ്പെല്ലാം ക്രമീകരിച്ചോണം. അപ്പൊ വണ്ടി ഓടി വന്നപ്പോ എന്നോട് ചോദിച്ചു, എവിടെ ആയി? ഞാൻ സത്യം പറഞ്ഞുമില്ല, എന്നാ കള്ളവും പറഞ്ഞില്ല. അങ്ങനെയല്ല പറഞ്ഞ. ഇപ്പൊ എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്കമാലി കഴിഞ്ഞു, പക്ഷെ ഞാൻ കൊടകര കഴിഞ്ഞു. അങ്കമാലി കഴിഞ്ഞല്ലേ കൊടകര? കള്ളം പറഞ്ഞോ? സത്യമല്ലേ പറഞ്ഞേ? കൊടകരയാണ് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കണക്ക് കൂട്ടും. അവിടുന്ന് ഇത്ര മിനിറ്റ്. അപ്പൊ അഥവാ ഇടയ്ക്ക് ഒരു ബ്ലോക്കോ പ്രയാസമോ വന്നാൽ വീണ്ടും ഇവിടുന്ന് വിളി വരും. പാസ് കൊണ്ട് കൊടകരയാന്ന് പറഞ്ഞിട്ട് പിന്നെ വരേണ്ട സമയം പിന്നെ ഞാൻ വീണ്ടും വിശദീകരിച്ചാൽ അത് ടോളിന്റെ അവിടെ ഒത്തിരി പെട്ടുപോയി. അതെങ്ങനെ പെട്ടു? പിന്നെ അതെല്ലാം നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നത്. കള്ളം പറയരുത്, സത്യമേ സംസാരിക്കാവൂ. എന്നാൽ ചില സന്ദർഭത്തിൽ സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില വേളകളിലും ഉണ്ട്. അപ്പം എന്നാലും കള്ളം പറയരുത്. ഞങ്ങളുടെ ഒരു അച്ചായനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പം, ഇന്നിങ്ങനെ ശാന്തമായിട്ടാണ് ചില കാര്യം പറയാൻ കേട്ടോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പം വേറൊരു വാത്സല്യ പിതാവ് അവിടെ വന്ന് രാവിലെ, പുള്ളി അല്പം രൂക്ഷമായിട്ടാണ് വന്ന, നാട്ടിലെ ഒരു പ്രമാണിയും കൂടാ. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനും ആ വീട്ടിലെ ഉടമസ്ഥനെ ഞാനും തിണ്ണേരിക്കാൻ സിറ്റപ്പെട്ടി വന്ന. പുള്ളി പറഞ്ഞു, കുഞ്ഞുമാനെ സത്യം പറയരുത്. അപ്പൊ വീട്ടുകാരൻ ചോദിച്ചു, രാവിലെ ഇതാണോ വന്ന് പറയുന്നേ? കുഞ്ഞുമാനെ സത്യം പറയരുത്. ഞാനും അന്തം വിട്ടുപോയി. ഇങ്ങനെ അപ്പൊ വീട്ടുകാരൻ പറഞ്ഞ്, ശാന്തമാണ്, ഇരിക്കും എന്ന കാര്യം. അപ്പൊ പുള്ളി വിശദീകരിച്ചു. അദ്ദേഹം നാട്ടിലെ ഒരു ചെറിയ പ്രമാണിയാണ്. അദ്ദേഹത്തിന്റെ പുരയിടമൊക്കെ ആറിനോട് തീർന്ന്. അപ്പം ആറ്റുതീരത്തെ തെങ്ങ് ആറ്റിലോട്ട് ചാഞ്ഞിരിപ്പുണ്ട്. നല്ല കാവലമാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. അപ്പൊ കുട്ടനാട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം, തേങ്ങ അതിന്റെ ചുമതലപ്പെട്ടവർ കയറി വെട്ടിയിടുമ്പോൾ ആറ്റി വീഴും. ഒഴുക്കുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഒഴുകിയാണ് പോകും. അതുകൊണ്ട് 2 പേര് വള്ളവുമായിട്ട് അവിടെ കാണും. തേങ്ങാക്കൊല വെട്ടി വെള്ളത്തിലിട്ടോണ്ട് വള്ളത്തിൽ ചെന്ന് എടുത്ത് വള്ളത്തിലോട്ട് ഒഴുകി പോകും. അപ്പൊ ഇദ്ദേഹം തെങ്ങ് പുരയിടം കൂടുതലുള്ളയാളാണ്. അപ്പൊ ഇദ്ദേഹം തെങ്ങ് കയറുന്ന ആൾക്കാരെ ഒത്തിരി ഉള്ളത് കൊണ്ട് 5 പേരും അതിന്റെ വേലക്കാരെയും കൂടെ പറഞ്ഞു, നാളെ രാവിലെ വരണം. അവർ 5 പേരും ഇത് പറക്കാനും എടുക്കാനും ഒരു 5-8 പേര് വീട്ടിൽ വന്നു. രാവിലെ വന്നപ്പം വള്ളം മേടിക്കണം. പുള്ളിയുടെ വള്ളം പണിയാ. അപ്പം ആറിന് അക്കരെ വേറൊരു പ്രമാണിയുണ്ട്, പുള്ളിക്ക് വള്ളമുണ്ട്. ഇദ്ദേഹം ഇതുപോലെ 2 മുട്ടുമൊക്കെ ഇട്ട് വടിയൊക്കെ പിടിച്ച് ഒരു പ്രമാണി കടത്ത് കയറി അക്കരെ ചെന്നു മറ്റേ വീട്ടുകാരന്റെ വീട്ടിൽ വള്ളത്തിന്. അപ്പൊ കടത്തിൽ നിന്നപ്പം വേറൊരാൾ ചോദിച്ചു, കറിയാച്ചൻ ഇങ്ങോട്ട് പോകുന്നു. ഉടനെ പുള്ളി സത്യം പറഞ്ഞു, അത് തേങ്ങ ഇടാൻ 5-8 പേര് വരും. നമ്മുടെ വള്ളം പണിക്ക് കയറ്റി നെയ്യ് തേച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ഒരു വീട്ടുപേര് പറഞ്ഞു, അവിടുത്തെ തമ്പക വെള്ളം മേടിക്കാൻ പോവുക. ഇത് പറഞ്ഞേച്ച് കടത്തിറങ്ങിയപ്പം ഇയാൾ നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് വേറെ 1-2 പേരോട് സംസാരിക്കേണ്ട സമയം ഉണ്ടായിരുന്നു. സംസാരിച്ച ഇദ്ദേഹം ആ വള്ളം ഉടമസ്ഥന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ആ വള്ളം ഇങ്ങോട്ട് തരണം. ഉടനെ വീട്ടുകാരൻ പറഞ്ഞു, 5 മിനിറ്റ് മുമ്പ് ഇന്നയാള് വള്ളമായിട്ട് പോയത്. ചാക്കോച്ചനോട് പിള്ളേരുടെ ഭാഷ പറഞ്ഞൊരു പണി കൊടുത്തതാണ്. വള്ളത്തെ വെച്ച് പറഞ്ഞല്ലോ,
അവനാ ചെന്ന് വള്ളം മേടിച്ചോണ്ട്, ചുരുക്കി പറഞ്ഞ വള്ളമില്ല. അയാൾ തിരിച്ച് ഇക്കരെ വന്നപ്പം ഈ പണികാരൻ അഞ്ചെട്ടെണ്ണം നിൽക്കുക. അന്നത്തെ തേങ്ങ ഇടാനൊക്കത്തില്ല. അവർക്ക് അന്നത്തെ കൂലിയും കൊടുത്തു, ചാപ്പാട് കൊടുത്തു, പറഞ്ഞു വിട്ടേച്ച് പറഞ്ഞു നാളെ വന്നാൽ മതി എന്ന്. അത് കഴിഞ്ഞേച്ച് വരുന്ന വഴിയാ ഞാനും പുള്ളി ഇരിക്കുമ്പോൾ ആ പുള്ളി ഇതിന്റെ രൂക്ഷത എന്ന് പറഞ്ഞ സത്യം പറയരുതെന്ന് പറഞ്ഞു. അവനോട് സത്യം പറഞ്ഞത് കൊണ്ടല്ലേ എന്ത് നഷ്ടമുണ്ടായി. അത് പുള്ളിയുടെ വാദമാണ്. ഞാൻ പറയും സത്യമേ പറയാവൂ. ചിലപ്പോ അത് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല, എന്നാലും കള്ളം പറയരുത്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവദാസന്മാരോടും ദൈവമക്കളോടും എന്നെ കേൾക്കുന്ന ബഹുമാനിയായ പ്രിയപ്പെട്ടവരുടെ ചില വിഷയത്തിൽ തടി തപ്പാൻ, തടികൂടാൻ, രക്ഷപ്പെടാൻ നമ്മൾ ചിലപ്പോ കള്ളം പറഞ്ഞിട്ടുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ തെറ്റിപ്പോയി. ഇനി നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ അവസരം ദൈവം തന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളം പറയരുത്. സത്യം വിളിക്കില്ല, സത്യം വാങ്ങണം. എന്റെ കുഞ്ഞുങ്ങള് സത്യത്തിൽ നടക്കുന്നു. ആ സത്യം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നടക്കുക. അപ്പോൾ തന്നെ സത്യമേ സംസാരിക്കൂ. റേച്ചിൽ കള്ളം പറഞ്ഞു എഴുന്നേക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി. വഴിയരികെ അടക്കി. അവിടെ സ്ഥലത്തിന്റെ പേരുണ്ട് എങ്ങനെ? എഫ്രാത്ത. ആ വഴിയരികെ. എഫ്രാത്ത ആരാന്ന് ചോദിച്ചാൽ കാലേബ് രണ്ടാമത് കല്യാണം കഴിച്ച സഹോദരിയാണ്. ഇങ്ങനെ കല്യാണ കേസ് മാത്രം പറയുവാണെന്നായിരിക്കും. കാലേബാണ്. യെഫുന്നെയുടെ മകൻ കാലേബും ഉണ്ട്, ഹെസ്രോന്റെ മകൻ കാലേബും ഉണ്ട്. മകാകൂടെ കാലേബുണ്ട്. കാലേബും യോശുവയും പറ്റി നിന്നപ്പോൾ ആയിക്കോട്ടെ പറ്റിക്കും. യഹൂദയുടെ പിന്തലമുറക്കാരൻ കാലേബ്. ആ കാലേബിന്റെ ആദ്യത്തെ ഭാര്യ അസൂബ. അസൂബയ്ക്ക് 2-3 പിള്ളേര് ജനിച്ചു. അവളങ്ങ് എന്റെ ഭാഷ അകത്തോലത്ത് പോയി. അവള് മരിച്ചപ്പോൾ കാലേബ് വീണ്ടും വിവാഹം കഴിച്ച സഹോദരിയാണ് എഫ്രാത്ത. എഫ്രാത്തയും മരിച്ചു. കാലേബ് എഫ്രാത്ത എന്ന സ്ഥലത്തിന് പേരുമൊക്കെ ഇട്ടു. അതാ എഫ്രാത്ത. ഞാൻ ആ ചരിത്രത്തിലോട്ട് ഇപ്പൊ പോകുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല. വെറുതെ എന്തിനാ? റാഗേൽ അവിടെ വെച്ചാ മരിക്കുന്നത്. അവളെ വഴിയരികെ അടക്കി. മക്പേലായി ചെന്ന് ചേരുവാൻ സാധിച്ചില്ല. ഏതാണ്ട് 40 ദൂരം. സാർ അവിടെയൊക്കെ പോയിച്ചു വന്നതാ. പോയി അവിടെ ഞാനും ഉണ്ട്. ഈ പോയിട്ട് വന്നിട്ടുള്ളവരൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. നിങ്ങളും വായിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാ. അധികം ദൂരമില്ല. അധികം ദൂരം എത്തുന്നതിന് മുമ്പ് മരിച്ചു. അവിടെ നടക്കി. മക്പേലായി ചെല്ലാൻ ഒത്തില്ല. അബ്രഹാം ചിത്തിയോട് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാ ആ നിലവും ഗുഹയും. അബ്രഹാമിനെ അവിടെ അടക്കി, സാറായി അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റിബേക്കായി അവിടെ അടക്കി, യാക്കോബിനെ അവിടെ അടക്കി, ലേയാവിനെ അവിടെ അടക്കി. റാഹേലിനെ അടക്കാൻ ഒത്തില്ല. അല്പദൂരം എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ചോദിച്ചാ അല്പ പോകുന്നവരടക്കം ചെയ്തു. അവളുടെ കിണറിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അല്പദൂരം അല്പനേരം, അധികം സമയമില്ല. അല്പകാലം മാത്രമേയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകൻ. ഓ എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിൽ ആത്മാവാലെ ശക്തിയായി കണ്ടേ. ഓ പുത്രത്വത്തിൽ ആത്മാവാലെ
ദൈവത്തിന് മഹത്വം. റാഹേലിനെ അവിടെ അടക്കി. പക്ഷേ മിസ്രയീമിൽ കിടന്ന് മരിച്ച യാക്കോബിനെ ഇവിടെ കൊണ്ടുവന്നു. അല്പദൂരം എത്തിയ റാഹേലിന് പോകാനൊത്തില്ല. ഏതാണ്ട് 1000 മൈലുകൾക്ക് അപ്പുറം കിടന്ന യാക്കോബിനെ ഇവിടെ കൊണ്ടടക്കി. ശൗലിനോട് പറഞ്ഞത് ഇത് കണ്ടു പഠിക്കണം. നീ പ്രമേളത്തിൽ നിന്നില്ലെങ്കിൽ അല്പദൂരമാണെന്ന് വെച്ചാലും അങ്ങ് ചെല്ലാൻ ഒക്കത്തില്ല. പക്ഷെ പ്രമാണത്തിൽ നിന്നാൽ എത്ര ദൂരമുണ്ടെങ്കിലും നിനക്ക് അവിടെ ചെല്ലാം. 2, നിന്റെ വല്യമ്മച്ചി കള്ളം പറയുകയും സൂത്രം ഒപ്പിക്കുകയും ചെയ്തത് കൊണ്ട് അങ്ങ് ചെന്നില്ല. നീയും സൂക്ഷിച്ചോണം. എന്തിനാ ഇതൊക്കെ പറയുന്നത്? കൊടുങ്കാലഘട്ടത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. അത് നമ്മുടെ ഗുണീകരണത്തിനാണ് കേട്ടോ. അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്. ദൈവത്തിന്റെ മഹത്വം. ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എന്നൊക്കെ പറയുന്നു. അത് ശൗലിനെ ഇങ്ങനെ ഓർപ്പിച്ചു. ദൈവത്തിന്റെ മഹത്വം. നീ സൂക്ഷിച്ചോണം. പക്ഷെ സൂക്ഷിച്ചില്ല, രാജധർമ്മം അനുസരിച്ചില്ല. എന്തിനേറെ അവനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ രാജാവാക്കി. ഇനി ഓടിച്ചങ്ങ് അവസാനിപ്പിക്കാം. ദാവീദ് ഭരണ കാര്യങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ ഇവിടെ ദാവീദിന്റെ ഭരണം ഇങ്ങനെ മുൻപോട്ട് പോകുന്ന കാലത്ത് നമ്മളിപ്പോ വായിച്ച കുറുവാക്യം ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 പറയുക. ആ ദാവീദ് മഗനയീമിൽ എത്തിയപ്പോൾ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദ് മഗനയീമിൽ എത്തി. കൊട്ടാരത്തിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ കൊട്ടാരത്തിൽ നിന്ന് കിരീടധാരിയായിട്ട് രാജവസ്ത്രം ധരിച്ച് ചെങ്കോല് കയ്യിൽ പിടിച്ച് രാജവസ്ത്രം ധരിച്ച് കിരീടധാരിയായി അതിന്റെ സന്നാഹത്തോടും പ്രൗഢിയോടും അതിന്റെ സകല ബഹുമതികളോടും ഇവിടെ ഭരണം നടത്തേണ്ട രാജാവാകുന്ന ദാവീദ് ഇപ്പോൾ മഗനയീമിലെത്തി. എന്തുകൊണ്ട് ദാവീദ് മഗനയീമിലെത്തി? വേദപുസ്തകം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അബ്ശാലോമിന്റെ മത്സരം. സ്വപുത്രന്റെ മത്സരമാണ് പ്രിയ പിതാവിനെ മഗനയീമിൽ എത്തിച്ചത്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്ശാലോമിന്റെ മത്സരം പറ്റതില്ല അധികാരമോഹം. ഈ അധികാരമോഹം അകത്ത് കയറിയ അപ്പനാണോ അമ്മയാണോ എന്നൊന്നും നോക്കുകയല്ല. അധികാരമോഹം അകത്ത് കയറിയ അപ്പനെ വരെ തട്ടും. സ്വന്തം ചേട്ടനെ സ്വന്തം അരിയനെ ഒതുക്കി കൗൺസിൽ മെമ്പറായ ആൾക്കാരെ എനിക്കറിയാം. വേണ്ടുന്നില്ല. ഒരു സഭയിൽ തിരുമേശ് കിടക്കുന്നവനിട്ട് പാര വെച്ച് അടുത്ത കസേര മേടിച്ചാല് എനിക്കറിയാം പേര് പറയണോ? വേണ്ട, ആയിക്കോട്ടെ, എന്നാ വേണ്ടെങ്കിൽ വേണ്ട. എങ്ങനെയെങ്കിലും കാണുന്നതിന് മുന്നേ ഒരു കസേര. സ്തോത്രം. അത് ചിലർക്ക് കുറച്ച് കഴിയുമ്പോ ഈ മോഹം ഉണ്ടാകും. മോഹം അബ്ശാലോമിന്റെ അകത്ത് അധികാരമോഹം കയറി. കസേരമോഹം, കസേരകളി. അപ്പനാകുന്ന ദാവീദിനോട് നേരിട്ട് ഒന്ന് ചോദിച്ചാൽ ദാവീദ് രാജ്യം കൊടുക്കത്തില്ല. അത് വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാണ്ടിട്ടാണ്. മോനോട് തന്നെ വിദ്വേഷം ചെയ്യാനാ? സ്വന്തം മോനല്ലോ. വിദ്വേഷം ഉണ്ടായിട്ടില്ല, അഭിഷേകമില്ലാണ്ടിട്ടാണ്. ഇസ്രായേലിൽ ഒരുവൻ രാജാവാകണമെങ്കിൽ തൈലക്കാരന്റെ വിദ്യപ്രകാരം തൈലക്കൂട്ടുണ്ടാക്കി ആത്മനിയോഗം പ്രാപിച്ച അഭിഷേകം അവന്റെ ശിരസിൽ കൊണ്ടടിക്കണം. 3 വിധത്തിൽ അഭിഷേകം പ്രധാനം. 1 രാജാഭിഷേകം, 2 പുരോഹിത അഭിഷേകം, 3 പ്രവാചക അഭിഷേകം. വേറെ അഭിഷേകമുണ്ട്. അത് ഞാൻ പറയാറുണ്ട്. യാക്കോബ് ഓടിപ്പോന്നപ്പോ ഒരു കല്ലെടുത്ത് തൂണാക്കി നിർത്തി അതിന് വേണ്ടി എണ്ണ ഒഴിച്ചു, അതിനെ അഭിഷേകം ചെയ്തു. അതിന് ഞാൻ കൊടുത്തേക്കുന്ന പേര് കല്ലഭിഷേകമെന്ന. നമ്മുടെ ആൾക്കാരൊക്കെ സഹായത്തിന് വന്ന് കരിങ്കല്ലിരിക്കും പോലെ കല്ലഭിഷേകം. ഒന്ന് കൈയടിക്കാട്ട്, പാട്ട് പാടുകാട്ട്, കരിങ്കല്ലിരിക്കും പോലായിരിക്കും. അവരും അഭിഷേകം. അത് ഉൽപ്പത്തി 28 അഭിഷേകമാണ്. കരിങ്കല്ല് അഭിഷേകം. എന്തായാലും ഈ പ്രധാനപ്പെട്ട അഭിഷേകം ഇതാ. അപ്പൊ ഈ അബ്ശാലോം രാജ്യത്വം ചോദിച്ച ദാവീദ് കൊടുക്കത്തില്ല. അത് വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാതിട്ടാ. അബ്ശാലോമിന് അധികാരം കിട്ടണം, കസേര കിട്ടണം. ഈ നേരായ മാർഗത്തിൽ ലഭിക്കത്തില്ല. പിന്നെ അടുത്തത് സൂത്രമാണ്. ഓടിച്ചു പോകാൻ നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. അബ്ശാലോം സൂത്രം കണ്ടുപിടിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേക്കുമല്ല, പ്രാർത്ഥിക്കാനൊന്നുമല്ല, എന്റെ വാക്ക് പറഞ്ഞ പാര വെക്കാൻ. ചിലർ വെളുപ്പിനെ എഴുന്നേക്കുന്ന ഫോണടി കേട്ടോണ്ടാ എഴുന്നേക്കുന്നത്. എന്നെ പ്രാർത്ഥനയൊന്നുമില്ല. അലോ എന്തുകൊണ്ട് ഒരു കയ്യിലെ മുണ്ടും കാണും. അപ്പൊ പിന്നെ മുണ്ടല്ല, നിക്കറായതുകൊണ്ട് നിക്കറല്ല മുണ്ടൊക്കെ അതിടക്കിടക്ക് ഇങ്ങനെ വെച്ചാൽ മതി. എല്ലാവരുടെയും കാര്യമല്ല. വെളുപ്പിനെ എഴുന്നേറ്റ് ഫോണല്ല എടുക്കേണ്ടത്. നീ പ്രാർത്ഥന മുഴുകാലും അടക്കണം.
രാത്രിയിലെ ഭയത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു. ഇരുട്ട് സഞ്ചരിച്ച മഹാമാരിയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു. അവൻ കണ്ണ് കിള്ളിപ്പൊളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. രാവിലെ ഞാൻ നിനക്കാത്ത എനിക്ക് കാത്തിരിക്കുന്നെന്നാ, ഫോണെടുക്കരുതെന്നോ സംസാരിക്കരുതെന്നോ അല്ല എന്റെ വാദം. ഇത് കഴിഞ്ഞാൽ ചാവാക്കി മുഴുവൻ. സ്തോത്രം, സ്തോത്രം. അവസാനം അധികാരം തെളിഞ്ഞേക്കും. പ്രാർത്ഥിക്കാനല്ല, പ്രാര വെക്കാൻ. അധികാരം തെളിഞ്ഞിട്ട് പ്രാകാരത്തിൽ പടിവാതിക്കെ പോയി നിൽക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിന്റെ മുഖം കാണിക്കാൻ വന്നാൽ ഇവൻ ആൾക്കാരെ അകത്തോട്ട് വിടത്തില്ല. വെളിയിലൊരു ശുശ്രൂഷ, ഒരു വിടുതലിന്റെ ശുശ്രൂഷ, ഫയർ. വെളിയിൽ കിടന്ന് വലുതോടും എവിടെ എന്നാ വിഷയം? ഓ ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? തെറ്റിയോ? ഓ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാമോ? എനിക്ക് പറയാൻ അത് പറയാ. നീ പറഞ്ഞ കാര്യമെല്ലാം നേരെ ന്യായമുള്ളതാണ്. വായിച്ചോ 15 മുതൽ പെട്ടെന്ന് വായിച്ചോ. നമുക്ക് ഇനി പെട്ടെന്ന് പോകണം. അനന്തരം അബ്ശാലോം തന്റെ മുമ്പിൽ ഓടുവാൻ ഒരു രഥത്തെ 50 കുതിരകളെ സമ്പാദിച്ചു. അബ്ശാലോം അധികാരത്തെടുത്തിട്ട് പ്രാകാരത്തിൽ പടിവാതിൽക്ക് ബോധിക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടാക്കി രാജാവിന് മുഖം കാണിക്കാൻ വന്നാൽ ഇവൻ ആൾക്കാരെ അകത്തോട്ട് വിടത്തില്ല. വരുന്നവരോട് ചോദിക്കും, നിന്റെ പേരെന്നാ, നാടെന്നാ, വീട് എവിടാണ്? അപ്പൊ അവൻ കാര്യം പറയുമ്പോൾ അബ്ശാലോം അവനോട് പറയുന്ന 4-ാം വാക്യം, വടക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടെ വടക്ക് വ്യവഹാരമുള്ളവരും കൂടി എന്റെ അടുക്ക വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കണം. ദേശത്തിന് ന്യായാധിപതി ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആരെങ്കിലും രാജാവിന്റെ അടുക്കൽ ന്യായസ്ഥാനത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശലോം പറയും, ആരെങ്കിലും അവനെ നമസ്കരിക്കാൻ അടുത്തു ചെന്നാൽ അവൻ കൈ നീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവൻ ചുംബനം കൊടുക്കും. ഉമ്മച്ചനെന്നാ ഇവന്റെ പേര്. ഉമ്മ കൊടുക്കില്ലേ? അപ്പൊ ആരെങ്കിലും ഇവനെ കാണാൻ ചെന്നാൽ കൈ നീട്ടി കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വരുന്നവരോടെല്ലാം മുഖസ്തുതി, ചക്കരവാക്ക്. അതല്ലേ പറഞ്ഞേ, നീ പറഞ്ഞ കാര്യമെല്ലാം നേരും ന്യായോ മുഖസ്തുതി. അല്ലെ, മുഖസ്തുതി പറയുന്നവരുടെ ആൾക്കാർക്ക് ഇഷ്ടം. അതെ, നമ്മളെ തീർന്ന ഒരു കാര്യം പറഞ്ഞ അയാളെ വിളിക്കും, അയാളെ അത് പറഞ്ഞ നല്ലതാണ് കേട്ടോ. മുഖസ്തുതി ആൾക്കാർക്കെല്ലാം മുഖസ്തുതി കിട്ടണം. ഈ മുഖസ്തുതി പറയുമ്പോൾ ഓർത്തോളം നിങ്ങൾക്ക് ഗുണം വരുത്തുകയല്ല. ചക്കരവാക്ക് മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമിടിയും. ഇങ്ങനെ മുത്തമൊക്കെ ഇട്ട് ഇസ്രായേൽ മക്കളെ വശീകരിച്ചു. 6-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ വായിച്ച് 15-6 ഒടുവിൽ അങ്ങനെ അബ്ശലോം ഇസ്രായേൽ മക്കളുടെ ഹൃദയം എങ്ങനെ ചക്രവാക്യം മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമിടിയും അങ്ങനെ വശീകരിച്ചു. 12-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ച് ഇങ്ങനെ വായിച്ചു. ഇങ്ങനെ എന്നൊരു പദമുണ്ട്, അത് വായിക്കും. 6-ാം വാക്യത്തിന്റെ ഒടുവിൽ അങ്ങനെ, 12-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ. അപ്പൊ അങ്ങനൊക്കെ ഉമ്മ കൊടുത്താൽ ഇങ്ങനൊക്കെ ആള് കൂടും. സെൻട്രൽ പാസിലെ കൂടെ കാണുകയും കൈവട കൊടുത്ത് അങ്ങനൊക്കെ ചെയ്താൽ നല്ല സഭ. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം കൂടി കിട്ടുന്നില്ല. കാശൊക്കെ പിള്ളേരൊന്ന് ഭീഷണമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഏതാ ചക്രവാക്യം മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമിടിയിലും അങ്ങനെ 12 ഇങ്ങനെ. അപ്പൊ അങ്ങനെ വശീകരിച്ചു. 12-ാം വാക്യത്തിൽ ഇങ്ങനെ ജനം നിത്യ അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് കൂട്ടുകെട്ടിന് ബലം, നല്ല പാനല്. ചുരുക്കി പറഞ്ഞാൽ ബലം കൂടി വന്നപ്പോൾ ഇവൻ എഴുന്നേറ്റ് ദാവീദിനോട് എന്ന് പറഞ്ഞ, അച്ചായ എനിക്ക് ഹെബ്രോനിൽ പോയി, ഞാൻ ഓടിച്ചു പറയാം, ഹെബ്രോനിൽ പോയി യാഗം കഴിക്കണം. ദാവീദ് ഓർത്തു, നിനക്ക് തന്നെ ഇപ്പൊ ഒരു ഉണർവ്. ചിലക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉണർവുണ്ട്. അവര് പ്രശ്നക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ കൂടി എന്നൊക്കെ പറഞ്ഞാലും അവര് വലിയ ഭൂകമ്പം ഉണ്ടാക്കി കളയും. അതിനിടയ്ക്ക് ഒരു പിമ്പിൽ കയറുന്നതാണ്. പിന്നെ ദാവീദ് ഇപ്പൊ എന്നാ ഒരു ഉണർവാണ്. അത് ഞാൻ പണ്ട് അരാമിലെ ഗരൂരി പാർത്ത കടന്ന് നേർച്ച നിർന്ന് ഹെബ്രോനിൽ പോയി യാഗം കഴിക്കും. അരാമിലെ ഗരൂരിൽ പോയി അമ്നോനെ വന്നേക്കാൻ.
അവന്റെ ഞങ്ങളുടെ വിഷയത്തിൽ അമ്മനോനെ തട്ടിക്കച്ച് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അരാമിലെ ഗരൂരിൽ പോയി. ഗരൂർ എന്ന് പറഞ്ഞാൽ തന്റെ അമ്മ അബ്ശാലോമിന്റെ അമ്മ മയഹയുടെ വീടാ. ഗരൂർ രാജാവാകുന്ന തൽമായിയുടെ പുത്രിയാണ് മയഹ. അപ്പൊ അമ്മനോനെ കൊന്നിച്ച് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ നാട് കിട്ടും. അങ്ങനെ പോയ ആൾക്കാരുണ്ട്. നാട്ടിൽ ട്രാവലേഴ്സ് വന്ന് തട്ടിപ്പ് കാണിച്ച് നാട്ടുകാരുടെ പാസ്പോർട്ടും കള്ളപ്പ എല്ലാം മേടിച്ച് കാശ് പോയി ഇവ മുങ്ങി. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഡോക്ടർ റെവറൻ സോ ആൻഡ് സോ തൃശ്ശൂരിൽ എടാ കള്ള നാട്ടുകാരുടെ കാശും മിണ്ടുന്നില്ല. എന്തിനാ മിണ്ടുന്നില്ല? പ്രത്യേക പരിവേഷത്തിൽ റവറന്റ് ഡോക്ടർ ഡുനാമിസ് അവധി വലിയ വിഷയമാണ്. ഇവൻ അരാമിലെ ഒരു ഭാഗത്ത് എന്തിനേറെ വിവരിക്കുന്നില്ല അധികം ദൈവത്തിന്റെ മകത്ത്. അപ്പൊ ദാവീദ് ചിന്തിച്ചു, ആദ്യമനയിൽ നല്ല ബുദ്ധി ഇപ്പോഴേലും നീ പൊക്കോളാൻ പറഞ്ഞു. ഇവൻ പോയി യോഗം നടത്താനൊന്നും പോയതല്ല. യോഗത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മകത്ത് ഇവൻ യോഗം നടത്താനൊന്നും പോയതല്ല. യോഗത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. പോയ പോക്കിന് അഹിതോബലിനെ കൂട്ടുപിടിച്ചേച്ച് പറഞ്ഞ് ഞാൻ ഗബ്ബോറിന് യാഗത്തിന്റെ പേര് പറഞ്ഞു പോവുക. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നീ ആൾക്കാരെ കൂട്ടി വിളംബരം ചെയ്യണം, പെരുമ്പറ മുടക്കി വിളംബരം ചെയ്യണം, അബ്ശാലോം ഗബ്ബോറിന് രാജാവായെന്ന്. അങ്ങനെ വിളംബരം ചെയ്തപ്പോൾ ഈ വിളംബരം ദാവീദിന്റെ കാതിലെത്തി. അബ്ശാലോം ഗബ്ബോറിന് രാജാവായി. അപ്പോൾ ദാവീദ് പേടിച്ചരണ്ടിച്ച് പറഞ്ഞു, അയ്യോ അബ്ശാലോം ഗബ്ബോറിന് രാജാവായെങ്കിൽ അവൻ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വാളിന്റെ വായ്ത്തലിക്ക് വെട്ടിക്കൊള്ളും. അതുകൊണ്ട് അബ്ശാലോമിന്റെ വാളിന്റെ വെട്ടേറ്റ് പെടഞ്ഞ് വീഴുന്നതിന് നേരം കൊട്ടാരം വിട്ടോടാ. എന്തിനേറെ അങ്ങനെ ദാവീദ് രാജാവ് അബ്ശാലോമിനെ പിടിച്ച് ഓടി. കൂടെ ഓടാൻ എല്ലാരും പോയില്ല. ക്ലേത്തിനുമാകുന്ന 100-400 പേര്. അവൻ അബിയാലാല് സാലോകം എന്ന് പറഞ്ഞ് അവിടെ നിൽക്ക്, ആയുസുണ്ടെങ്കിൽ തിരിച്ചു വരാം. ദാവീദ് തല മൂടിക്കൊണ്ട് ചെരുപ്പിടാതെ ഗൽഗതത്തോടെ കിരീടം വേണ്ടെന്ന് വെച്ച് പൊൻകമ്പൽ മാറ്റിയിട്ട് രാജപത്രം ധരിക്കാതെ ദാവീദ് കൊട്ടാരം വിട്ട് ഓടുക. ഓടി 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 അവൻ സ്തോത്രം കെദ്രോന്തോട് കിടന്നു. കെദ്രോന്തോട് കിടന്നാൽ പിന്നെ ഒലിവുമലയാ. ഒലിവുമലയുടെ കയറ്റം ഇങ്ങനെ കയറുക. ഇടയ്ക്കൊരു കാര്യം പറയുക, ഇതാണ് കാൽവരിയിൽ നടന്നത്. സ്വന്തമായതിലേക്ക് അവൻ അവിടുന്ന് വന്നു. സ്വന്തമായവനവനെ കൈക്കൊണ്ടില്ല. അവനവനെ ഉപേക്ഷിച്ചു, തെറ്റിച്ചു. അവൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അന്ത്യത്താനം കഴിഞ്ഞ് കിദ്രോന്തോട് കിടന്ന് ഒലിവുമലയിലേക്ക് പോകുക. ഇതാണ് കാൽവരിയിൽ നടന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് വേണ്ടി ഒരുവൻ കാൽവരിയിൽ ജീവൻ തന്നു. നിനക്ക് വേണ്ടി ഒരുവൻ കാൽവരിയിൽ മരിച്ചു. നിനക്ക് വേണ്ടി ഒരുവൻ ഒലിവുമലയിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീർപ്പ് രക്തതുല്യമായി. Praise the Lord. ഇതാണ് കാൽവരിയിൽ നടന്നത്. സ്വന്തമായി നിന്നത് സ്വന്തമാവിന് കൈക്കൊണ്ടില്ല. അവൻ അവിടെ നിന്നും യാത്ര ചെയ്ത് കെദ്രോന്തോട് കിടന്ന് ഒലിവുമലയിലേക്ക് പോയി. ദാവീദ് എങ്ങനെ പോകുക. ഒലിവുമലയുടെ കേറ്റം കയറി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരുത്തനെതിരെ വരുന്നു. അർഖനായ ഹൂശായി, ദാവീദിന്റെ സ്നേഹിതനാ. ഹൂശായി ദാവീദിനെ കണ്ട പറഞ്ഞു, ദാവീദ് നിന്റെ കൂടെ ഞാനും വരിക. ഇല്ല വേണ്ട, നീ യെരൂശലേമിൽ പോകണം. അഹീതോബലിന് ചിലപ്പോ ആലോചന പറയും, നീ അവിടെ ഉണ്ടല്ലേ കാര്യം നടക്കുള്ളൂ. അർഖനായ ഹൂശായിയെ പറഞ്ഞ് യെരൂശലേമിൽ വിട്ട് ദാവീദ് പിന്നെ മുമ്പോട്ട് പോയി. ബഹൂരിൽ ചെന്നപ്പോൾ വേറൊരുത്തൻ ഗേരയുടെ മകൻ ശിമയി, അവൻ ശൗൽ കുടുംബത്തിന്റെ ബന്ധുവും ബെന്യാമീൻ ഗോത്രജനുമാ. ദാവീദിനെ കണ്ടപ്പോൾ നാടൻ ഭാഷ പറഞ്ഞ സമാധാനം എത്തി. ഇവൻ കല്ലും കൂടിയെല്ലാം മാറി ദാവീദിനെ എറിയുക. ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാതക നീച്ച പോന്ന് പറഞ്ഞ് എറിയുക. അവൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒത്തിരി പേര് നിന്നെ എറിഞ്ഞു കാണും. ഇനി എറിയാനും ആൾക്കാർ കാണും. പക്ഷെ പതറി പോകരുത്. ഒരു ദിവസം ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരും. നിന്നെ എറിഞ്ഞവർ കാണും, എറിയാൻ പദ്ധതി കിട്ടവർ കാണും, ഇപ്പോൾ വരുന്നവർ കാണും. തിരിച്ചറിയരുത്. അത് നമ്മുടെ മാർഗമല്ല. ദാവീദ് തിരിച്ചറിഞ്ഞില്ല, യേശുവും തിരിച്ചറിഞ്ഞില്ല.
തന്നെ ശകാരിച്ചവനോട് പകരം ശകാരിക്കാതെയും അവൻ ഭീഷണിപ്പെടുത്താതെയും അവൻ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച പരമവിശുദ്ധന യേശു. അതാണ് നമ്മുടെ മാതൃക. ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിക്കണം. നല്ല പ്രാഗൽഭ്യത്തോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവസന്നിധിയിലല്ലേ? ഈ ശിവപാസ് ചിലപ്പോ എന്നോട് ചോദിക്കും, എന്റെ അച്ഛാ ഇതെങ്ങനെ നോക്കുന്നു? ഞാൻ പറഞ്ഞത് കൃപയാ. ഇപ്പൊ പുള്ളി അതങ്ങനെ ശീലിച്ചു വരിക. മുല്ല പൂമ്പൊടി കഴിഞ്ഞ ദിവസം ഒരു വിഷയത്തെ പറഞ്ഞു പുള്ളി ഒന്നും പറഞ്ഞില്ല. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. നമ്മുടെ മാതൃക യേശുവാണ്. എന്നെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരും ദൂഷിച്ചവരുണ്ട്. അടുത്തവരൊക്കെ കാണുമ്പോൾ ഞാൻ സന്തോഷത്തോടെ, വൈരാഗ്യമൊന്നുമില്ല, നല്ല പ്രാഗൽഭ്യത്തോടാ പറയാൻ. അങ്ങനെ ചെയ്താലേ നിനക്കൊരു കുഴപ്പവും വരികയില്ല. വേറെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് അവിടെ ചൊല്ലും. തിരിച്ചാണ് പറഞ്ഞില്ല. അവൻ ഏറെ മനുഷ്യനകി രാജി ശമിച്ചു. അല്ലുവല്ലാമാര് പറഞ്ഞു. പെങ്ങളുടെ മോൻ അമീഷായി പറഞ്ഞു, അച്ഛാ തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചു. നമ്മളായിരുന്നു പറഞ്ഞ സ്തോത്രം തട്ടിയത്, ഞാനങ്ങനെ പോവാന്ന്. പിന്നെ ഈ ഗുണ്ടകൾക്ക് കാശ് കൊടുത്ത് ചിറ്റേരിയ നിന്ന് ഹല്ലേലൂയ ജീസസ് എന്ന് പറയുന്ന എത്ര ബിരുദന്മാരുണ്ട്. പേര് പറയണോ? പറയുന്നില്ല, പേര് മറന്നിട്ടൊന്നുമല്ല. ഒരു സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വാതിലിൽ കൂടെ കാറിൽ പോകുമ്പോൾ രാത്രി അവിടെ ചെന്ന് നിൽക്കുന്നു. അതിൽ ഒരാളെ പരിചയമുണ്ട്. വേറൊരു വിഷയത്തിൽ പുള്ളിയെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അത് എന്റെ ഒരു സ്നേഹിതന്റെ വിഷയത്തിൽ എന്നെയും കൂടെ വിളിച്ചപ്പോ ഇവൻ അന്ന് പരിചയപ്പെട്ടതാ. അവൻ അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ ഒരാഴ്ചയായിട്ടുണ്ടെന്ന്. മറ്റേ പുള്ളി പറഞ്ഞ പോലെ ഞങ്ങൾ പലരാകുന്നെന്ന്. വിശദീകരണം ഒന്നും തരുന്നില്ല. നമ്മുടെ മാർഗം ഇതല്ല. പോട്ടെ. ദാവീദ് ഒന്നും പറഞ്ഞില്ല. അബീശായി പറഞ്ഞു, പെങ്ങളുടെ മോൻ മൂന്ന് ആമ്പിള്ളേരുണ്ടല്ലോ ഈ സജൂയൊക്കെ. അബീശായി, അസേരയില്, യോവാബ്. അസാധാരണ ശീഘ്രകാരനാണ് ആദ്യകഥയെ പോലെ. അപ്പൊ അതിൽ യോവാബ് പറഞ്ഞു, അച്ഛാ തട്ടിയേക്കട്ടെ. എന്തുവാ വിഡിത്തമാണാ പറയുന്നത്? എടേ, എന്റെ മുതലത്തിൽ നിന്ന് പുറപ്പെട്ടവൻ അവിടെ കൊടുവാളമായിട്ട് നിൽക്കുക. ഞാനൊരു കാര്യം പറയാം. RSS അല്ല, BJP അല്ല, ബജറംഗ് ദളുമല്ല, കമ്മ്യൂണിസ്റ്റുകാരുമല്ല, കോൺഗ്രസുമല്ല നമുക്കെതിരെ. ആരാണ് നിങ്ങൾ പറയണം? ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കണം ആണോ? ഞാൻ കേരളത്തിലെ അന്തരീക്ഷം വെച്ച് പറയണം. നോർത്ത് ഇന്ത്യയിൽ അവിടെ നിൽക്കട്ടെ, അത് വേറെ കേസ്. സ്തോത്രം. എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ അവിടെ നിൽക്കുകയാണ്. ഒരു സഭക്കാർ യോഗം വെച്ചോടനെ അപ്പുറം സഭക്കാർ ഉപവാസ പ്രാർത്ഥന വെക്കും, കാരണം അങ്ങോട്ട് പോകാതിരിക്കാൻ. ഒരു സഭക്കാർ സ്വതന്ത്ര സഭയോ ശാലോനോ ചർച്ചക്കോടോ IPCോ അസംബ്ലിച്ച് കോടോ സ്വതന്ത്ര സഭ എന്തുമായിക്കോട്ടെ ദേശത്തൊരു കൺവെൻഷൻ ഇല്ലേ, സുവിശേഷ യോഗം. ഇവിടെ എല്ലാവരും കൂടെ കൂടിയത് ഒത്തിരി അഭിനന്ദിക്കുന്നു കേട്ടോ. ഇങ്ങനെ വേണം. ഇതാ മാതൃക. എന്നാൽ ചില ഇടങ്ങളില് ഒരു സഭക്കാർ സുവിശേഷ യോഗം വെച്ച ഉടനെ അടുത്ത സഭക്കാര് ഉപവാസ പ്രാർത്ഥന. കാരണം ഇവിടെ ആരും അങ്ങോട്ട് എല്ലാവരും വേലയാ. എങ്ങനെ സാറ് പാടിയല്ലോ, വേല വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. സ്ത്രീജനത്തിന് മിത്രമായി സുപദേശം കൊടുക്കുന്ന
കൊണ്ടുവാമേ അസലായി കാട്ടിക്കണം പ്രസുരമായിരിക്കണം അസലായി കാട്ടിക്കണം പ്രസുരമായിരിക്കണം വസ്തു തന്നെ ദൈവമെന്ന് തീർത്തുവയ്ക്കും ശതന്മാരെ വസ്തു തന്നെ ദൈവമെന്ന് തീർത്തുവയ്ക്കും ശതന്മാരെ കൊണ്ടുവാമേ ഈ പാപികളെ കൊണ്ടുവാമേ അതേ സമയത്ത് ദാവീദ് പറയുക എന്റെ കുതിർത്തി എന്ന് പുറപ്പെട്ടവൻ എനിക്കെതിരെ പിന്നെ അവൻ പോട്ടടാ അല്ലെ അവൻ പ്രയാകുന്നുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും ദാവീദ് സംഖ്യാപുസ്തകത്തിലെ അടിസ്ഥാനമാക്കി ചിലപ്പോ ചിന്തിച്ചു കാണും യഹോവ പ്രയാകാത്തവനെ നിന്നെ ഉയർത്തണമെന്നും അനുഗ്രഹിക്കാമെന്നും ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ട് ആര് പ്രയാണിയാലും ഏത് തന്ത്രങ്ങൾ പറഞ്ഞാലും ഏത് കരുക്കൾ ഒരുക്കിയാലും ഏത് കൂട്ടശക്തി എതിരായി വന്നാലും ഭരിക്കത്തില്ല. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, നിന്നെ ദൈവം ഉയർത്തും. ഒരായിരം വന്ന് നിനക്ക് ഭരിക്കത്തില്ല. വിശ്വസിക്കുന്നവൻ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വപ്പെടുക. പ്രയാകാത്തവനെ ആര് പ്രയാകും, ദൈവം ശമിക്കാത്തവനെ ആര് ശമിക്കും. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവങ്ങളെ നിന്നെ അനുഗ്രഹിക്കുന്ന യേശുവുണ്ട്, നിന്നെ രക്ഷിക്കുന്ന യേശുവുണ്ട്, നിന്നെ വിടുവിക്കുന്ന യേശുവുണ്ട്. ഞാൻ സമയത്ത് ഭയപ്പെടുന്നൊന്നും ഓടിച്ചു പോകുക. അങ്ങനെ ദാവീദ് നിന്നെ മുൻപോട്ട് പോയി ഓടി 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 യോർദാൻ കടവിൽ വന്നു. അർഗിരാജ് ഹൂശായി യെരൂശലേമിൽ ചെന്നപ്പോൾ അബ്ശാലോം ഹൂശായിയെ കണ്ടു. കണ്ടുടനെ പെന്തിക്കോസുകാരെ പോലൊന്നും അല്ല, ഹൂശായിയെ വന്ദനം. ഉടനെ ഹൂശായി പറഞ്ഞു, അബ്ശാലോം കുമാര ജയ ജയ ജയ. ഇത് വായിച്ചിട്ടില്ലേ? പണ്ടൊക്കെ പെന്തിക്കോസുകാർ കാണുമ്പോ ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് അങ്ങനെ ഇപ്പോഴങ്ങനെ എല്ലാരും കലാമണ്ഡലത്തിൽ നിന്ന് വന്നതാ. ഇവിടെ അടുത്താണല്ലോ ചെറുതിരുത്തി, ചെറുതിരുത്തി എല്ലാം മുദ്ര. എടാ പൊട്ട, രണ്ട് ദൈവമക്കൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ പറയേണ്ടത് ഹല്ലേലൂയയും സ്തോത്രം പ്രൈസ് ദ ലോർഡുമാണ്. മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പം അവൻ സ്തോത്രം കൊച്ചെ ഗർഭത്തിൽ കിടന്ന് തുള്ളിയാണ്. അല്ല, അത്രയും വന്ദനമായിരുന്നു. നമ്മുടെ വന്ദനം കേട്ടാ കൊച്ചു അവിടെ കിടന്ന് അതോടെ അയ്യോ മറിയാമ്മയുടെ വന്ദനം കേട്ടാ കൊച്ചു പോയി. ഇവിടുത്തെ വന്ദനം കേട്ടപ്പോ പിള്ള ഗർഭത്തിൽ അതാ അങ്ങനെ ആയിരിക്കണം. നീ ഒരു വീട്ടിൽ ചെന്നാൽ വിടുതലായിരിക്കണം, നീ ഒരു സഭയ്ക്കകത്ത് കയറിയാൽ വിടുതലായിരിക്കണം, നീ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ വിടുതലായിരിക്കണം, നീ ഒരുത്തന്നെ കൈ കൊടുക്കുമ്പോൾ അവന് ദൈവശക്തി വ്യാപരിക്കണം, നിന്റെ വാക്യം കേൾക്കുമ്പോൾ അവൻ ദൈവത്തിന് മഹിത്വം, ദൈവത്തിന് മഹിത്വം, ദൈവത്തിന് മഹിത്വം. രണ്ടുപേരുടെ വന്ദനം പറഞ്ഞു. ഉടനെ ഹൂശായിയോട് അബ്ശാലോം ചോദിച്ചു, നീ എന്റെ അപ്പന്റെ സ്നേഹിതനല്ലേ? അതെ. അവൻ പുള്ളിക്കൊരു അനർത്ഥം വരുമ്പോ അങ്ങോട്ടല്ലേ കൊണ്ട് നീ പിന്നെ പന്നി ഇങ്ങോട്ട്. ഹൂശായി പറഞ്ഞു, രാജാവേ ഇസ്രായേലും ദൈവവും ആരെ രാജാവാക്കും, ഞാൻ അങ്ങനെ ഹൂശായിയെ പിടിച്ച് ചേർത്ത് നിർത്തി. എന്നിട്ട് അടുത്ത കക്ഷി അഹീറോബൻ എഴുന്നേറ്റു. അഹീറോബന് വിളിക്കണ. അഹീറോബൻ അബ്ശാലോമേ ചെങ്കോല് കിട്ടി, കിരീടം കിട്ടി, കസേര കിട്ടി, ഭരണം ശരിയായില്ല. അതിനാ എവിടെ ശരിയാകാനാ? എടാ നിന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശരിയായില്ല. അങ്ങനെ പിന്നെ ഉടനെ അബ്ശാലോം അതിനെ ഞാൻ പോകടി. ഉടനെ അകിത് പറയാം, അപ്പനെ തട്ടണം. പുള്ളിയെ പ്രവചനത്തിന് കൊള്ളാം, അപ്പനെ. ഉടനെ അബ്ശാലോം അപ്പനെ തട്ടാൻ എന്നാ പോകടി. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഉടനെ അജിതമുണ്ട്, നീ ഉണ്ടായിരുന്നാ മതി. ഇന്ന് രാത്രി 10,000 പേരെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഞാൻ ദാവീദിനെ പിന്തുടരും. ക്ഷീണിച്ച് പടവെട്ടിക്കിനെ അവനെ ഞാൻ ആക്രമിച്ച് പ്രതിപ്പിക്കും. അപ്പോൾ അവന്റെ കൂടെയുള്ള ജനമെല്ലാം വായിച്ചു പെട്ടെന്ന് വായിച്ചു, നേരം പോകുന്നതുകൊണ്ട് 17-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചേ. പെട്ടെന്ന് എടുത്തവര് പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. അനന്തരം
അബ്സലോമിനോട് പറഞ്ഞത്. അനന്തരം അഹീതോഫേൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 10,000 പേരെ രാത്രി 10,000 പേരെ തെരഞ്ഞെടുത്ത് ഞാൻ ദാവീദിനെ പിന്തുടർന്ന് ക്ഷീണിച്ച് മദര്യപ്പെട്ടിരിക്കുന്ന ഞാൻ അവനെ ആക്രമിച്ച് പ്രബന്ധിപ്പിക്കും. അപ്പൊ അവന്റെ കൂടുകളെ ജനമെല്ലാം ചെതറുകളോട്. അടുത്ത വാക്യം, ഞാൻ രാജാവിനെ മാത്രം വെട്ടു എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പിന്നാലെ പിന്തുടരും, അവൻ ജനത്തെ ചിതറിപ്പിക്കും, അവനെ ഒറ്റപ്പെടുത്തും, വെട്ടും. പുള്ളി കൈമടക്കം കൊടുത്തു. കറക്റ്റ് ദൂതാണ്. ദൂരത്തെ കേട്ടെങ്കിലും അബ്ശാലോമിന് പിന്നെയും വെപ്രാണ്. അബ്ശാലോം ഉടനെ പറഞ്ഞ അർഹനായ ഊശായിയെ വിളിക്കണം, പുള്ളിയുടെ ദൂരം കൂടെ. എന്നും പ്രവാചകന്മാരെ വിളിച്ച് ഇരുത്തി ഇങ്ങനെ പറക്കുന്ന ആൾക്കാരുണ്ട്. ഊശായിയെ വിളിക്കാൻ അവന്റെ കൂടെ കേൾക്കാം. വായിച്ച് അപ്പം 5-ാം വാക്യം വായിച്ച 17:5 വലതുപക്ഷത്തിന് 17:5. എന്നാൽ അബ്ശലോം അർഹനായ ഹൂശായിയെ വിളിച്ചു. അവന്റെ അഭിപ്രായം കൂടെ കേൾക്കാമെന്ന് പറഞ്ഞു. ഊശായി അബ്ശാലോമിന്റെ അടുക്ക വന്നപ്പോൾ അബ്ശാലോം ഊശായിയോട് അഹീതോഫേൽ ഇന്ന പ്രകാരമെല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഊശായി എന്നാ പറഞ്ഞു? ഹൂശായി അബ്ശലോമിനോട് പറഞ്ഞു, അഹീതോഫേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും നാട്ടിലെ കുട്ടികളെ കവർന്നു പോയി കരടിയെ പോലെ ഉഗ്രമാനത്തിൽ നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. അവൻ ജനത്തോടുകൂടെ ന്യായമാർഗത്തിൽ അവൻ ഇപ്പോൾ വല്ല ഗുഹയിലോ മറ്റു വല്ലോ ഇടത്തോ ആയിരിക്കുന്നതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവരെ ചെറിയ പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരിൽ മഹാസംഹാരമുണ്ടായി ഇസ്രായേൽ അറിയും. അപ്പോൾ സിംഹഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം മുരുകിപ്പോയാൽ മതി. ദൈവത്തിന് മഹത്വം. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മണിക്കൂറുകൾ എടുത്ത ഭാഗം വിസ്തരിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഇച്ചിരി നേരം വിസ്തരിച്ചാൽ നിങ്ങൾ പലരും പോകത്തുമില്ലെന്ന് എനിക്കറിയാം. പോവുകയല്ല, എന്നാ ഇരിക്കും. പെട്ടെന്ന് നിർത്താം വേണ്ടേ? പിന്നെ പൗത്രം പറഞ്ഞ പോലെ അവിടെയും തുക ഇവിടെയും തുക എനിക്കാണോ? എനിക്ക് വെളുപ്പോളം വചനം പറയുന്നത് എനിക്ക് കാരണം എനിക്ക് വിടുതല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയാം. ഇത് പറയുമ്പോ ഞാൻ വിടുതൽ അനുഭവിച്ചോണ്ടാ പറയാം. ഇരുവായ്ക്കലുകളുടെ വാളാണ് നിന്നോട്ട് പെട്ടുവേ. ഇത് പറയുമ്പോ എന്റെ ശരീരത്തിനും മനുഷ്യനും വീട്ടിലും സഭയ്ക്കുമൊക്കെ വിടുതല. ഇത് ദൈവത്തിന്റെ അതിവേഗത്തിലുള്ള വചനമാണ്. അല്പബുദ്ധി ഞാൻ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം വെറുതെ നമ്മൾ എടുത്ത് പറയത്തില്ല. അയച്ചതായിട്ട് സാധിപ്പിക്കും. അനുവദിച്ചത് കൊണ്ട് അല്പനേരം കൂടെ നിൽക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അധികനായ ഊശായി പറയുക, എടാ അബ്ശാലോമേ, അഹീതോഫേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന കാരണം പറഞ്ഞു. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരൻ, അങ്ങനെയാണ് വീരന്മാരും. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ നിന്റെ അപ്പനും അവന്റെ ആളുകളും. നീ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. നിന്റെ അപ്പൻ നിന്റെ വീട്ടിലുള്ളത് കൊണ്ട് നീ പുള്ളിക്ക് വലിയ ബഹുമാനമൊന്നും അങ്ങനെയാണല്ലോ മിക്കവരും. അപ്പനും അമ്മയും അവരുടെ കാര്യം കൊച്ചുങ്ങൾക്ക് ചിലപ്പോ അറിവുള്ളവനുണ്ട്. അവൻ പറഞ്ഞാ നിന്റെ അപ്പൻ നീ ഉദ്ദേശിക്കും പോലൊന്നും അല്ല. നീ നോക്കുമ്പോ അയാൾ സൂത്ര ഒരു
കരിക്കിന്റെ മോന്ത എത്തിയ പോലെ നിന്റെ കാഴ്ചക്ക് കളം കരിക്കിന്റെ മോന്ത എത്തിയ പോലെ ഇരിക്കുന്നത്. പക്ഷെ നിന്റെ അപ്പൻ ആരാന്നറിയാമോ? നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാ. അയ്യോ, ദാവീദിന്റെ കഴിവ് ഒരു കല്ലെടുത്ത് കവണയെ വെച്ച് വീശി ഒറ്റ സൂചനെത്തിക്ക് കവണ് വീണ അത്രല്ല. പണ്ട് പറഞ്ഞല്ലോ അവന്റെ കൈകളിൽ പോരിനായിട്ട് വിരലുകളെ യുദ്ധത്തിനായി വീടുമെടുക്കാൻ കൂടെയുള്ളവരും വീരന്മാരാ. അയ്യോ, ദാവീദിന്റെ വീരന്മാരുടെ പേരുകളാണ് ഇത് വായിച്ചത്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 2-ാം കണ്ണിക തുടങ്ങുന്നിടത്തുണ്ട് വലതുവശത്ത്. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്: യോസേഫ്, ബശബത്ത്. അവർ നായകന്മാരിൽ തലവൻ. 100 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു. അദീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു അഹോഹിയുടെ മകനായ ദോദായിയുടെ മകൻ ഏലയാസ. അവന് ഫെലിസ്ത്യൻ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേലർ പോയി കളഞ്ഞപ്പോൾ ദാവീദിനോട് കൂടെ നിന്ന് ഫെലിസ്ത്യരെ വെല്ലുവിളിച്ച 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പോകുന്നത് വരെ ഫെലിസ്ത്യരെ വെട്ടി. പിന്നെ നീ കൈനിയും വെട്ടാനുണ്ടോന്ന് നമ്മൾ 2 ട്രാക്ക് കൊടുത്തു. പിന്നെ തളർന്നിരിക്കുക ചൂട്. പിന്നെ ദീർഘവർഷങ്ങളായി അവൻ കൈ കലർന്ന് വാളോടെ വറ്റിപ്പോകുമ്പോൾ വെട്ടി വെട്ടിവെച്ചിരിക്ക. ഇനിയുണ്ടോ എന്ന് വേട്ടാൻ വായിക്കണ്ട. വേറെ തന്നെ വീരൻ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് വേദനകൾ കണ്ടില്ല, വെള്ളം കുടിക്കണമെന്ന്. ഓരോരോ മോഹങ്ങളെ. എനിക്ക് വേദനകൾ കണ്ടില്ല, വെള്ളം കുടിക്കണം. അപ്പൊ ഒരു വീരൻ പറഞ്ഞു, അച്ഛാ ഞാൻ കൊണ്ടുവരാം. അന്ന് പരിസരത്ത് കാവൽപ്പട്ടാളമുണ്ട്. യുവന്മാരാ കാവൽപ്പട്ടാളത്തിന്റെ ഇടയിൽ കൂടെ ചെന്ന് വേദലേഖനത്തിന്ന് വെള്ളം കോരി, അത്ര വീരന്മാരെ കോരി കൊണ്ടുവന്ന് ദാവീദിന്റെ കൈ കൊടുത്തു. ആവശ്യത്തിന് കൂടി ഉള്ളുവാൻ ഞാൻ എങ്ങനെ കുടിക്കുന്നത്? അത്രയ്ക്ക് വീരൻ. വേറെ തന്നെ ബെനയാവ്. അവൻ ഹിമകാലത്തൊരു ഗുഹ കയറിയപ്പോ ഒരു സിംഹം ഒറ്റയടിക്ക് സിംഹത്തെ പട്ടി കളിച്ചപ്പോ നീ വേറെ തൊട്ടേ ചോടിയവനാ. എന്നല്ല നിന്റെ വീര സാഹചര്യം ബഹുവെന്ന് വെച്ചപ്പോഴേ പൊക്കം കളിച്ചു. ഇത് ഹിമകാലത്ത് തണുപ്പോടൊപ്പം ഗുഹകത്ത് കയറി ആ സിംഹം അടിച്ചു കൊന്നു. സിംഹത്തെ അടിച്ചു കൊന്നു വെളിയിട്ട് വന്നപ്പോൾ കോമാരൂപിയാകുന്ന മിശ്രൈമൻ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കണം. അവനെ കുന്തം പിടിച്ച് പടപ്പ് തടിക്ക് അടിച്ച് അവരെയും തകർന്നു. അത്ര വീരന്മാരാ. ഇനിയുണ്ട് വീരന്മാരെ. ഇവരെ പറ്റി ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും ആഴ്ച 12 ഒന്നും. ഈ 12 അല്ല, തിരുവനന്തപുരം 12 ഒന്നും. തിരുവനന്തപുരം 1-ാം പുസ്തകം 12 ഒന്നും. പെട്ടെന്ന് വായിച്ചു, ദൈവനാമം വായിച്ചു. ഏതായാലും വെറുതെ എനിക്ക് ഇത് വായിക്കും. കീസിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവരാവിത്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അടുത്തത് അവർ വില്ലും വില്ലാളികളും. അവര് മിക്കവാറും വില്ലും. അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിയുവാനും വില്ലുകൊണ്ട് അമ്പെയ്യുവാനും സമർത്ഥന്മാരാണ്. വലങ്കൈ കൊണ്ട് ഇടങ്കൈ കൊണ്ട് കല്ലെറിയും. അത്ര വീരന്മാരാ. അല്ല അഗീതോ ഭൂഷായി പറഞ്ഞു, നിന്റെ അപ്പനും അവന്റെ ആളുകളും നീ ഉദ്ദേശിക്കുമ്പോഴൊന്നുമല്ല. ഇനിയുണ്ട് അടുത്തത്. ഇവര് സിംഹമുഖന്മാരാണ്. 8-ാം വാക്യം വായിച്ച 12-8. സിംഹമുഖന്മാര് 8. യുദ്ധാഭ്യാസികളും ഗാദിരെ പിരിഞ്ഞ് ദുർഗത്തിൽ അവന്റെ അടുക്ക വന്നു. അടുത്ത വാക്യം. മരുഭൂമിയിൽ ദുർഗത്തിൽ അവരുടെ അടുക്കൽ ചേർന്ന് അവർ സിംഹമുഖന്മാരാ. എല്ലാം ഒന്നും പറയാൻ നേരമില്ല. ഇടങ്കൈക്കും വലങ്കൈക്കും. ഇടങ്കൈ വശമുള്ളവന് വലങ്കൈയും വശമാണ്. വലങ്കൈന് വലങ്കൈ മാത്രമേ വശമുള്ളൂ. ഇടങ്കൈന് ഇടങ്കൈയും വലങ്കൈയും വശം. അത്ര മിടുക്കന്മാരാ, സിംഹമുഖന്മാരാ. കണ്ട രൗദ്രഭാവമാ. ഹുഷായി പറയാ, നിന്റെ അപ്പനും അവന്റെ ആളുകളും സിംഹത്തെ അടിച്ചു കൊന്നവനാ കൂടെ നിൽക്കുന്നേ. അവന് പിന്നെ പന്ന പട്ടി വല്ലോ വിഷയമാണോ?
കാട്ടിലെ രാജാവാ സിംഹം, അതിനെ അടിച്ച് എന്നാ നിന്റെ സിംഹത്തെ അടിച്ചു വന്നവനോട് വന്ന ടൈഗറിന്റെ വിചാരം നിന്റെ അപ്പനോ പറഞ്ഞ ആളുകൾ വീരന്മാർ. അടുത്ത പറ, കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടി. ഈ കാട്ടിൽ കരടിയുടെ കുട്ടി കവർന്നു പോയാലുള്ള കുഴപ്പം എന്നാന്നറിയോ? ജനീര ഭാഷ പറയരുത്, പറയാൻ ഒരുങ്ങുന്നെന്ന് എനിക്കറിയാം. കാട്ടിൽ കരടിയുടെ കുട്ടി കവർന്നു പോയാലുള്ള കുഴപ്പം പറ. ഏതായാലും PYC പറ. ഞാൻ വെള്ളം കുടിക്കാം. പെട്ടെന്ന് പറ, പെട്ടെന്ന് പറ. ഞാൻ എന്നാലൊരു വാക്ക് കൊടുക്കാം. പെട്ടെന്ന് പറഞ്ഞോ, പോണം, നമുക്കെല്ലാം പോണം. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. രണ്ട്, കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ. കാട്ടിൽ കരടിയുടെ കുട്ടി നഷ്ടപ്പെട്ടാൽ എന്നാ കുഴപ്പം? വാക്യം തരാം. ഇത് ഒത്തിരി പഴയ ബൈബിളാണല്ലോ, അപ്പച്ചന്റെ ആയിരുന്നു. ഈ എട്ടാം വാക്യം വായിച്ചോ. 8-ാം വാക്യം. കുട്ടികൾ പോയിപ്പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും. മതി, അടച്ച കാര്യം കാണിക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ട് വായിച്ച് പഠിച്ചതാ, ചുമ്മാ തരുത്. പത്രം പറയാതിരിക്കുന്ന തപ്പി എടുക്കട്ടെ, ഇതിനകത്തുണ്ടല്ലോ. പിന്നെ വായിച്ച് കേൾപ്പിച്ചല്ലോ. കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഇരിക്കും. അരേ, അങ്ങനെ കുട്ടികൾ കവർന്നു പോയ കരടി ഉറക്കളച്ചിരിക്കും. മരുന്നവന്റെ ഹൃദയത്തിന്റെ നെയ്വല കീറും. നിന്റെ അപ്പൻ അങ്ങനെയാണാ പറഞ്ഞതിന്റെ അർത്ഥം. അവന്റെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുക, ചെങ്കോലിട്ടേക്ക് പോന്നിരിക്കുക, കിരീടം വിട്ടേക്കാ പോകുന്നത്. അവൻ ആ ഉറക്ക അളച്ചിരിക്കും. നീ ഉദ്ദേശിക്കുന്ന ആളല്ല നിന്റെ അപ്പൻ. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രമാനസനാന്ന് ഞോണ്ടരുത്. പ്രാർത്ഥിക്കുന്നവനെ കയറി ഞോണ്ടരുതെന്നായി പറഞ്ഞേ. നീ എല്ലാവരെയും തോണ്ടും പോലെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ ജീവിക്കുകയും പ്രമാണത്തിൽ നിൽക്കുന്നവനെ തോണ്ടിയാൽ നീ എന്റെ ഭാഷ പറഞ്ഞ ഒരു നടക്ക് നീ പോകുകയല്ല. നീ മന്ത്രി ആണെങ്കിലും കൊള്ളാം, തന്ത്രി ആണെങ്കിലും കൊള്ളാം, MP ആണെങ്കിലും കൊള്ളാം, MLA ആണെങ്കിലും കൊള്ളാം, മുഖ്യമന്ത്രി ആണെങ്കിലും കൊള്ളാം, പ്രധാനമന്ത്രി ആണെങ്കിലും കൊള്ളാം, അവൻ ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും കൊള്ളാം, ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും കൊള്ളാം. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക. പക്ഷേ ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, സുവിശേഷം പറയുന്ന, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെ തോണ്ടിയാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ മുകളിലുള്ളവനാണ്. ഇവിടെ ഒരു കമ്മിറ്റിക്ക് കൂടാൻ പോകല, MP-ക്ക് MLA-ക്ക് മെമ്മോറാണ്ടോ കൊണ്ട് കൊടുക്കത്തില്ല, ഒപ്പിട്ട് കൊണ്ട് കൊടുക്കത്തില്ല. ഇവിടെ പിക്കറ്റിംഗും ഇല്ല, റോഡും തരില്ല. എന്നാൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ചിലരുണ്ട്, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ കിടി തരുമ്പോ നീ ഓടും. ഇവിടെ നമ്മുടെ മാർഗം തിരിച്ചടിക്കുന്ന മാർഗമല്ല. നമ്മുടെ മാർഗം എന്നാ? നമ്മുടെ മാർഗം എന്താ? എന്ത് പ്രശ്നം വന്നാലും മുഴങ്കാലിലിരിക്കും. ജാതികളെ കളിപ്പിക്കുന്ന വംശങ്ങളെ വ്യക്തമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി, അവന്റെ ആവശ്യത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുക ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങിയ ദേശം കുലുങ്ങും, രാജാക്കന്മാർ കുലുങ്ങും. ഇത് ഉന്നതന് മീതെ ഉന്നതമാണ്. ഓടിച്ചവസാനിപ്പിക്കാം. ദൈവത്തിന് മഹത്വം. എനിക്കങ്ങ് എളുപ്പോളം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് തന്നെ പൊന്ന് അബ്ശാലോമേ നീ കടന്ന് അഹീതോബേൽ, ഇനി മറുവശമുണ്ട്. അഹീതോബേൽ പറഞ്ഞ കൂട്ട് നടന്നു. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടിരിക്കുന്ന
ദാവീദ് അങ്ങനെ അങ്ങനെ എഴുതിക്കണേ, ക്ഷീണിച്ചു കറക്റ്റ് പറഞ്ഞു. ദാവീദ് ക്ഷീണിച്ചിരിക്കുക. അല്ല 16 വായിച്ചേ. അതാ ഹീറോവിന് പറഞ്ഞത്. ക്ഷീണിച്ചോന്ന് തെളിവ് 16ന്റെ ഇവിടെ ഉണ്ട്. 14 മേളിൽ ഇവിടെ ഈ ഭാഗത്ത് നോക്കി എന്റെ ചൂണ്ടുവരലി ഭാഗത്ത്. അങ്ങനെ സഭയ്ക്കും രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എന്നെ അവിടെ ആശ്വസിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞു. 16 ഇത് 14. അത് വായിക്കാനില്ല. അങ്ങനെ കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവിടെ ആശ്വസിച്ചു. രാജാവും ഇനിയിരുന്ന് ആശ്വസിച്ചു. അവിടെ 16-ാം അധ്യായത്തിന്റെ 14 വായിക്കുന്നത് രാജാവും കൂടെയുള്ളവരും ക്ഷീണിച്ച. അപ്പൊ ക്ഷീണിച്ചെന്നുള്ളത് അഹിതോബ് പറഞ്ഞ കറക്റ്റാ, കൂട് കറക്റ്റാ. ഇനി വേറെ ഒന്ന് ക്ഷീണിച്ചു. അബ്നേർ മരിച്ചപ്പോൾ ദാവീദ് പറഞ്ഞല്ലോ 3:38 വായിച്ച്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 3:38 വലത്ത് വശത്ത് മേളില് പഴയ ബൈബിളാ. ഇവിടെ ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും നന്നായിട്ട് വായിക്കും. 38 ഞാൻ രാജാഭിഷേകം 38 രാജാവ് തന്റെ ദാവീദ് രാജാവ് ഭൃത്യന്മാരോട് പറയാ. ദാവീദ് തന്റെ ഭൃത്യന്മാരോട് ഇസ്രായേലിൽ ഒരു പ്രഭുവും ഇസ്രായേൽ ഒരു പ്രഭുവും മകാനുമാവൻ പെട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്നും ബലഹീനനാകുന്നു. കറക്റ്റ് ദൂതാ പറഞ്ഞ ക്ഷീണിച്ചിരിക്കുക. ദാവീദ് തന്റെ ഭൃത്യന്മാരോട് പറയുക, ഇന്ന് ഇസ്രായേലിൽ ഒരു വീരനും മകാനുമായി പെട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും. അപ്പോൾ 3:38, 16, 14 ഒക്കെ പഠിക്കുമ്പോൾ ക്ഷീണിച്ചു. അപ്പൊ അഹീതോബിൽ പറഞ്ഞ ദൂത് കറക്റ്റാ. പക്ഷേ ദൈവം തമ്പുരാൻ ഈ ദൂതിനെ അബദ്ധമാക്കി. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന നിനക്ക് വിരോധമായിട്ട് ചിലപ്പോൾ പലതും പറയും. നീ ഒറ്റ ഞരങ്ങി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത് റൂട്ട് മാറ്റി വിടും. തിരിച്ചുവിടുമെന്ന് രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിച്ചു. ദൂത് കറക്കാം, പക്ഷെ ഏറ്റില്ല. അപ്പൊ അംശാലം എന്തെടുത്തു? അഹീതോബിൽ പറഞ്ഞ ആലോചനയേക്കാൾ ഹൂശായിയുടെ ആലോചനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അഹീതോബൽ ആരാ? നാളെ ഒരു ഒക്കില്ലാത്തവനാണ്. അഹീതോബൽ ആരാ? എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് അഹീതോബല് അയാൾ ആരെയും ആട്ടെ ലോകം പിരിച്ചുകൂടി ഞങ്ങൾക്ക് പോലും. അഹീതോബല് ജോസേ ആരാണ്? ദാവീദിന്റെ വായിച്ചേ 15-ന്റെ 12-ഉം 16-ന്റെ 23-ഉം തന്നെ വായിക്കാം. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രി. അപ്പൊ അഹീതോബൽ ആരാ? ദാവീദിന്റെ മന്ത്രി. ഇനി 16-23 വായിച്ചേ. 16-23 അക്കാലത്ത് അഹീതോബൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് അങ്ങനല്ലല്ല. നന്നായിട്ട് വായിക്കണം. അങ്ങനെ വായിക്കുക. അക്കാലത്ത് അഹീതോബൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ. അരുളപ്പാടല്ല, പ്രവചനമില്ലേലും മകളെ ചുമ്മാ വിളിച്ചാ മതി. പോലെ പോലെ ചില വിഷയങ്ങളുണ്ട്. പിന്നെ മിണ്ടാതിരുന്നാ മതി. ഞങ്ങളുടെ സഹോദരൻ അമ്മയുണ്ടിരുന്ന് ഉറങ്ങും. ഞാനും ഉറങ്ങുക, കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുക. ഉറങ്ങാവുന്ന നല്ല അംഗീകരിക്കുക. അതല്ല വിചിത്രം. അടുത്ത ഡയലോഗ് എന്നെ കാണിക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ടാണ്.
അക്കാലത്ത് അഹീറോബാൽ പറയുന്ന ഈ ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ. 15:12 ദാവീദ് അഹീറോബാൽ അബ്ശാലോമിന്റെ ദാവീദിന്റെ മന്ത്രി. അപ്പം ഒന്ന് മന്ത്രി, രണ്ട് കുടുംബ പ്രവാചകനും കൂടെ. അഹീറോബാൽ ഒന്ന് കുടുംബ പ്രവാചകൻ, രണ്ട് മന്ത്രിയും. പഴയ പെന്തിക്കോസുകാർക്കൊക്കെ കുടുംബ പ്രവാചകന്മാരാണ്. വീട്ടിൽ എന്തെങ്കിലും വിഷയം വന്നാൽ പുള്ളിയെ വിളിക്കും. പുള്ളി ഉടനെ ബൈക്കല്ല വരുന്നത്. ബൈക്ക് കൊണ്ട് സ്റ്റാർട്ട് അവിടെ കൊണ്ട് വെച്ച് ആരും വെച്ച് സന്ധ്യക്കായിരിക്കും വരുന്നത്. വീട്ടുകാർ ഒരുങ്ങിയിരിക്കും. പുള്ളിക്ക് ഒരു ബാഗ് കൊടുക്കും. പലരും തന്തയും കൊച്ചുങ്ങളോട് ഇപ്പോഴൊരു ബാഗ്. ഇവര് കണ്ണടയ്ക്കുമ്പോൾ പുള്ളി കണ്ണു തുറക്കും. പുള്ളി കണ്ണു തുറക്കും. ഇത് ഇണക്കതാണ്. കുറച്ചു നേരം പുള്ളി മിണ്ടാതിരിക്കും. പിന്നെ അമ്മാമ്മ പോ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ അധികം കാണുന്നില്ല. ഇപ്പം കാടടച്ച് വെടിവെക്കുക. ചില തലവേദനയാൽ ഭാരപ്പെടുന്നില്ല. മുഴുവൻ തലയ്ക്ക് വേദന തന്നെയല്ല, തലയ്ക്ക് അസുഖമാണ്. കാടടച്ച് വെടിവെക്കുക. ഇതങ്ങനെയല്ല. കുടുംബ പ്രവാചകനാണ്. ഒന്ന് സ്വന്തം മന്ത്രി, രണ്ട് ഈ സ്വന്തം മന്ത്രിയും കുടുംബ പ്രവാചകനാകുന്ന അഹീതോഫേൽ ഇപ്പം ദാവീദിനെതിരായി. എന്നാ കാരണം? സ്വന്തം മന്ത്രിയും കുടുംബത്തിന്റെ പ്രവാചകനാ. നേരെ ഇപ്പൊ എതിരായി ദൂത് പറയുക ദാവീദിനെതിരെ. കാരണം നിങ്ങൾ ചിലർ നന്നായിട്ട് വചനം ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ റൂട്ടിൽ കയറിയത്. ഇല്ല, ഞാൻ വേറെ റൂട്ടിൽ കയറി പോയാലും മര പറഞ്ഞാ കൂടി കിട്ടുന്നത്. ചില നന്നായിട്ട് ആസ്വദിക്കുന്നത് എനിക്ക് ബോധ്യപ്പെടണം. ഒന്ന് സ്വന്തം മന്ത്രി, രണ്ട് കുടുംബ പ്രവാചകൻ. ഈ കുടുംബ പ്രവാചകനും മന്ത്രിയുമാകുന്ന അഹീതോഫേൽ ഇപ്പത്തെ നേരെ എതിരായി. കാരണം നിങ്ങൾ തിരുവനന്തപുരം പഠിച്ചാൽ ഈ 11-ാം അധ്യായം ശമൂവേൽ 2-ാം പുസ്തകം 11 പഠിക്കുമ്പോൾ ഈ ദാവീദ് ഒരു സ്ത്രീയെ കണ്ടു, മോഹിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, കൽപ്പനാലംഘനത്തിന് അകപ്പെട്ടു. ആ സ്ത്രീയുടെ പേരെന്തുവാ? അത് പറഞ്ഞപ്പോ നല്ല സാമർത്ഥ്യം. അത് പറയാൻ എന്താന്ന് 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം സൂക്ഷിച്ചു വായിക്കണം. ഞാൻ പറയുന്നതേ വായിക്കാവുള്ളൂ. 11-3 ആ ഖണ്ഡിക തുടങ്ങുന്നിടത്ത് ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാമിന്റെ മകളും അവൾ എലിയാമിന്റെ മതി. അപ്പം ഈ സ്ത്രീ ആരുടെ മകളാണ്? എലിയാമിന്റെ മകളാണ്. ആര്? ബത്ശേബ. ആമേൻ. എലിയാമാരാണ് ദാവീദിന്റെ വീരന്മാരുടെ കൂട്ടത്തിലുള്ള വ്യക്തിയിൽ ഒരാളാണ് ശമൂവേലിന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. പഴയ ബൈബിളിൽ താഴെ മറിക്കുമ്പം ഇടത്ത് വശത്ത് മേളിൽ 22-ന്റെ 23-ന്റെ ഇവിടെ 34 വായിച്ചു. ഇവിടെ വായിച്ചു വായിക്കും. പേരാ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ബുദ്ധിമുട്ട് യോഗമല്ലേ. പിന്നെ അഹിരാം മഹത്യാവിന്റെ മകനായ നടപടിയില്ല. ഇത് വായിക്കും. അക്സബായിയുടെ മകൻ എലിഫലേത്ത് ഗിലോന്യനായ അഹിതോഫേലിന്റെ നന്നായിട്ട് വായിക്കാം. അഹിതോഫേലിന്റെ മകൻ എലിയ. നിർത്ത്. ഗീലോന്യനാകുന്ന അഹീതോഫേലിന്റെ മകൻ എലിയ. അപ്പം എലിയ ആരുടെ മോനാ? ഗീലോന്യനാകുന്ന
എലിയാവിന്റെ മകളാണ് ബത്ശേബ എന്ന് പറഞ്ഞാൽ അഹീതോവേലിന്റെ മകനാകുന്ന എലിയാവിന്റെ മകളാണ് ബത്ശേബ. ആ ബത്ശേബയാണ് ദാവീദ് ചതിച്ച് ഊരിയാവിനെ കൊന്ന് കത്തുവൊക്കെ. പുള്ളി പണ്ട് എഴുത്തുകാരനാണ്, എഴുതി തൊലഞ്ഞല്ലോ. ഇത് വാങ്ങില്ലേ, നമ്മൾ ആ വിഷയം വിട്ടേര്. അപ്പോൾ ഭയങ്കര എഴുതുന്നവരൊക്കെ സൂക്ഷിച്ചോണം. സത്യത്തിന് നിരക്കാത്തത്, നീതിക്ക് നിരക്കാത്ത എഴുതിയാൽ ദാവീദ് എഴുതി, കഥകൾ എഴുതി കൊടുത്തു. ഈ ബത്ശേബ എലിയാവിന്റെ മകളാണ്. എലിയാം അഹീതോവേലിന്റെ മകനാണ്. അപ്പോൾ തന്റെ അഹീതോവേലിന്റെ മകനാകുന്ന എലിയാമിന്റെ മകള് ബത്ശേബയെ ദാവീദ് കൊണ്ടുവന്ന് എന്റെ ഭാഷയിൽ പറഞ്ഞ കൽപ്പനാലംഘനത്തിൽ അകപ്പെടുത്തി കൊച്ചുമോളെ നശിപ്പിച്ച വിദ്വാനാ ദാവീദ്. 11-ാം അധ്യായത്തിൽ കൊച്ചുമരുമകനെ തട്ടിയേച്ച് കൊച്ചുമോളെ കൊണ്ടുപോയ വിഷയത്തിൽ വല്യപ്പനാകുന്ന അഹീതോവേലിന് ദാവീദിനോട് നല്ല വൈരാഗ്യമുണ്ട്. പക്ഷെ അന്നാലും ഒന്നും ഇറക്കിയില്ല. പുള്ളി അവസരം നോക്കിയിരിക്കുകയായിരുന്നു. സാഹചര്യം എല്ലാം കൂടി ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ പിടിപോയി. നീ വേദിക്കണ്ട, ഞാൻ ചെയ്തോളാം. ദൈവത്തിന് മഹത്വം. കിടക്കത്തെ ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആലോചനയെ ദൈവം ഒന്ന് അബദ്ധമാക്കി. അല്ല, അബദ്ധം ആലോചന മാത്രമല്ല, അവനെയും കൂടെ അങ്ങ് 17:23 വായിച്ചേ. 100 പറഞ്ഞ പുള്ളിക്ക് എന്നാ സംഭവിച്ചത്? 17:23 താഴെ, 17:23 താഴെയുണ്ട്. 17:23. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന തന്റെ ആലോചന നടന്നില്ലെന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി വീട്ടിൽ ചെന്ന് വീട്ടുകാരുമെല്ലാം ക്രമപ്പെടുത്തിയത് തൂങ്ങിച്ചട്ടെന്ന്. തൂങ്ങിച്ചാകാൻ വരെ പ്രമാണമുണ്ട്. എങ്ങനെ തൂങ്ങിച്ചാകണം? എല്ലാം ക്രമീകരിച്ചു. വളരെ ചുമ്മാരുമായിട്ട് പോയി പ്രാവശ്യം എന്നാത്തിനാ പുസ്തകത്തിൽ വാക്യമില്ല. പണ്ടൊരു തിരുമച്ചൻ അവരോട് ചോദിച്ചു, അപ്പച്ചാ കക്കൂസി പോകാൻ മാറ്റി കൊണ്ടടാ ഭാര്യയും വേണമെന്ന്. പിന്നെ ബാഹ്യത്തിന് പോകുമ്പോ കയ്യിലൊരു എന്തിനാ വാക്യമില്ല? ലൈവ് ഉള്ളത് കൊണ്ട് പറയാനൊക്കെ അതില്ല. വേറൊരു കാര്യം പറയാനില്ല. ലൈവ് ഒന്ന് നിർത്താമോ? വോളിയം കുറച്ചാണ്. എനിക്ക് നിങ്ങളെയൊന്നും വിശ്വാസമില്ല. എനിക്ക് ഒരുത്തരും വിശ്വാസമില്ലാതെ എനിക്ക് ആകെ കൂടെ സ്തോത്രം. ഇതിനാ യോഗത്തിന് മുന്നിൽ ഇരിക്കണമെന്ന് നീ വന്നപ്പോ മുതൽ പുറകിൽ അമ്മോട് ഞാൻ പറയാം. സകലതുകൊണ്ടല്ലോ വേദപുസ്തകത്തിൽ. ഇതിനകത്ത് ഇല്ലാത്തത് എന്തുവാ? നീ ഇത് വായിച്ചാ മതി, ഇത് ധ്യാനിച്ചാ മതി, ഇത് പഠിച്ചോ. നിന്നെ വല്ല ലോകത്തിലൊരുത്തം കാണുകയല്ല. കോളേജിൽ ചിലപ്പോ പോകാനൊത്തൊന്നും വന്നില്ല, സാഹചര്യം കൊണ്ട് പഠിക്കാനൊത്തൊന്നും നിരാശപ്പെടുകയൊന്നും വേണ്ട. ഏതാണ്ട് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിൽ നിന്ന് ശരിക്കും പഠിച്ച് ധ്യാനിച്ച് തിട്ടമാക്കിക്കേ. സർവേപ്പള്ളി പോലും നിന്റെ ഒപ്പം വരികയല്ല. സർവേപ്പള്ളി മനസ്സിലായോ? സർവേപ്പള്ളി രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി സർവേപ്പള്ളി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ അധികാരികളുടെ ഒരുത്തരാണ്. അദ്ദേഹത്തിൽ കേട്ടത് 28 ഡോക്ടറേറ്റ്
നമ്മുടെ ആൾക്കാർ അമേരിക്ക പോയി $150 കൊടുത്ത് വല്ല കഷ്ടപ്പെട്ട് കെട്ടി തൂക്കി നടക്കാം. ഡോക്ടർ പുസ്തകക്രമം 66 പുസ്തകം പോലും കാണാന്ന് പറയാം. പുള്ളി ഡോയാണ്. സർവേ പള്ളിയിലാണ് 28 കോളുണ്ടോ? ഞാൻ ഓർത്ത് നിങ്ങൾ 8 വന്ന് 28 ഡോക്ടറായിട്ട് കേട്ടോ. ഓ, നിങ്ങളിതിലും വലുത് കേട്ടിട്ട് 50 കേട്ടിട്ട് നിങ്ങൾ കേട്ടില്ല. പിന്നെ 28 അബദ്ധം. ഒരു കാര്യം പറയാം, ആലോചന അബദ്ധമാക്കി, അവനെയും കൂടെ അബദ്ധമാക്കി. അഗീമാസും ഇടക്കത്തെ തന്നെ വിടുക. അഗീമാസും യോനാഥാനും കൂടെ വന്ന് പറഞ്ഞു, ദാവീദ് യോർദാൻ കടലിൽ തങ്ങരുത്, നിന്നെ കൊല്ലാൻ അബ്ശാലോം വരുന്നു. അങ്ങനെ അബ്ശാലോമിന് വരുന്ന വരവ് കേട്ട് അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് യോർദാൻ കടവ് കടന്ന് കയറിയ സ്ഥലമാണ് മകനയിൽ. ഇനി നമ്മുടെ കുറുവാക്യം വായിക്കുക. 27, 28, 17, 27, 28 അതിലെ നമ്മുടെ കുറുവാക്യം വായിച്ചേ. ദാവീദ് മകനീമിലെത്തിയപ്പോൾ അപ്പൊ ദാവീദ് മകനീമിലെത്താനുള്ള കാര്യമാണ് ഞാൻ പ്രസംഗിച്ചത്. ഇനി വിഷയത്തിലോട്ട് വരണം. അടുത്ത PYC വിളുകയാണെങ്കിൽ ദൈവം അനുവദിച്ചാൽ അത് മതി. ഗുണവാങ്ങാനാണ് ഇതൊക്കെ. പിന്നെ ദാവീദ് മകനീമിലെത്തിയപ്പോൾ എത്താനുള്ള ചരിത്രമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അഗീമാസിന്റെ യോനാഥാന്റെ ആലോചന അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് രാജാവ് യോർദാൻ കടവ് കടന്നു വന്ന് കയറിയ സ്ഥലമാണ് മഹനയീം. ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്താം. ഇനി മഹനയീമിന്റെ കാര്യം അത് പിന്നീട് നമുക്ക് ദൈവദാസനോട് വെച്ചാൽ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ, നടത്തിപ്പുണ്ടെങ്കിൽ, അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ അനുവദിച്ചാൽ നമുക്ക് എന്തായാലും ചിന്തിക്കാം. ഇങ്ങനെ അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോയ കൂട്ടത്തിൽ ചുമ്മാ അന്നും ഇന്നും പിച്ചും പേയും പറഞ്ഞോടുകല്ല. ഓടിപ്പോയപ്പോൾ പണ്ണ് പറഞ്ഞോടുകല്ല. അവൻ കേസ് കൊടുക്കാൻ ഓടുകല്ല. MLA MP കാണാൻ ഓടുകല്ല. മന്ത്രി മുഖവന്മാരെ കാണാൻ ഓടുകല്ല. അടിയന്തര കമ്മിറ്റി കൂടാൻ ഓടുകല്ല. ഓടിപ്പോയപ്പോൾ ആരെയും ശമിച്ചുമില്ല, പ്രാഗിയില്ല, പഠിച്ചുമില്ല, ആക്ഷേപിച്ചുമില്ല, ഫേസ്ബുക്കിലും കുറിച്ചില്ല. പിന്നെ വേറെ ഉണ്ടല്ലോ എന്തോ, അത് ഞാൻ പറഞ്ഞാൽ തെറ്റും. എനിക്ക് ആംഗലേയ ഭാഷ വശമില്ല. പിന്നെ വല്ലപ്പോഴും ഒരെണ്ണം പറഞ്ഞ് എന്ത് കഷ്ടപ്പെട്ടാന്നുള്ളത് എനിക്കും ദൈവത്തിന്. അപ്പം ഈ ഫേസ്ബുക്കും വാട്സാപ്പും പിന്നെ എന്തോ അത് തന്നെ, ഇതൊന്നും വന്നില്ല, ഇതിലൊന്നും കുറിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോയപ്പോഴേ അവൻ ആവശ്യമില്ലാത്തതല്ല പറഞ്ഞത്, സങ്കീർത്തനം പാടി. 3-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് വായിച്ചേ. 3-ാം സങ്കീർത്തന ഹെഡിങ് പെട്ടെന്ന് വായി, പെട്ടെന്ന് സങ്കീർത്തനം 3-ന്റെ ഹെഡിങ് പെട്ടെന്ന് വായില്ലേ. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പം സങ്കീർത്തനം കണ്ടോ? ഓടിപ്പോയി, കിരീടം പോയി, നൻപോല് പോയി, കസേര പോയി, എല്ലാം പോയി, കൊല്ലാൻ വരുന്ന എന്ത് വൈതരണിയ. ഈ പോരാട്ടങ്ങളുടെയും ശോധനകളുടെയും അവൻ നടുവിലും ആരെയും വന്നു പറഞ്ഞില്ല, ആരെയും ഉപദ്രവിച്ചില്ല, ആരെയും പഠിച്ചില്ല, ആരെയും ആക്ഷേപിച്ചുമില്ല, ആർക്കും വിരോധമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഓടിപ്പോയപ്പോഴും ദാവീദ് സങ്കീർത്തനം പാടി. ഇതാ നമ്മുടെ മാതൃക. കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കാൻ പോകുമ്പോൾ അവിടുന്ന് സ്തോത്രം പാടിയാച്ചാ ഒരുപോലേക്ക് പോയത്. ദൈവം നമ്മുടെ മാതൃക. അവൻ സ്തോത്രം പാടിക്കൊണ്ടാ പോയത്. ദൈവത്തിന്റെ മകന്റെ ദാവീദ് സങ്കീർത്തനം പാടി. 3-ാം സങ്കീർത്തനം, 4-ാം സങ്കീർത്തനമൊക്കെ ഓടിപ്പോയപ്പോ പാടിയല. 3-ാം സങ്കീർത്തനം രാവിലെ പാടിയല. 3-ന്റെ 5 അങ്ങനാണല്ലോ എഴുതിയേക്കുന്നത്. 3-ന്റെ 5 വായിൽ 3-ന്റെ 5 കിടന്നുറങ്ങി യഹോവയെ താങ്ങിയാൽ ഉണർന്നു. അത് രാവിലെ പാടിയാ. കിടന്ന് ഉറങ്ങി താങ്ങിയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉണർന്ന്. അപ്പൊ ഇത് രാവിലെ പാടി. 4-ാം സങ്കീർത്തനം രാത്രി പാടിയതാണ്. ഈ വാക്യം വായിച്ച 4-ന്റെ ഒടുവില് ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും മതി. അപ്പൊ 3 രാവിലെ പാടി, 4 രാത്രി പാടി എന്ന് പറഞ്ഞാൽ ഓടിപ്പോയപ്പോഴും രാവിലെ വൈകിട്ട് പാട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. നിന്റെ കുടുംബത്തിനകത്തെ പാട്ട് പ്രാർത്ഥന നിർത്തരുത്. നിന്റെ കുടുംബത്തിനകത്തെ ആരാധന നിർത്തരുത്. ഓടിപ്പോയപ്പോ പാടി. ദാവീദ് പാടുക. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാനുള്ള കാലത്തോളം എന്ന് ദൈവത്തിന് പാട്ട് പാടും. ജനമേ, എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പി, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവി. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യകരം ഒരു ശ്വാസം ശ്രേഷ്ഠജന പോസ്റ്റ് ഉല്ലാസത്തെ നാട്ടിൽ പോകിപ്പോകും. ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. പീഡനത്തിന് ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വെച്ചാൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ഒരിക്കൽ അറിയിച്ചു. ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. ഓടിപ്പോയപ്പോൾ രാവിലെ പാട്ട് പാടുന്നു. സ്വോത്രം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ
ചോദിക്കുമ്പോൾ ഉത്തരം ഞാൻ തിരുക്കത്തിലുമ്പോ നീ എനിക്ക് വിശാല വരുത്തി എന്നോട് കൃപ തോന്നി. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം മാനത്തെ നിന്നാക്കി മായ അയച്ചിക്കും വ്യാജത്തെ അന്വേഷിക്കും യഹോവ മക്കത്തിനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പാപം ചെയ്യാതിരുന്ന് കിടക്കുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിച്ചു നാലാ കണ്ടിരുന്നോ എന്നെ നോക്കാതെ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൗനമായിരിക്കും നീതിയാഗങ്ങള് അർപ്പിപ്പിൻ യഹോവയിൽ ആശ്രയം ലഭിക്കും. 6-ാം വാക്യം നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് എല്ലാരും ചോദിക്കുക അച്ഛാ നന്മ വല്ലതും കിട്ടുമോന്ന്. കിരീടമില്ല, ചെങ്കോല് പോയി, സ്ഥാനവും പോയി, ചെരുപ്പുമില്ല, തലയും മൂടി, പുറത്തു ഇറങ്ങാനില്ല. നീ ആരാ നന്മ ചെയ്യും? ആരേലും നന്മ ചെയ്യുമോ? കൂടെയുള്ളവര് കുത്തുക. അന്നേരം ദാവീദ് ഒന്നുകൂടി എടുത്തു പറയുക, അപ്പാ ആര് നന്മ ചെയ്യുമെന്ന് ഈ കൂടെ ഉള്ളവർ പറയുന്നു. ആരേലും ഉണ്ടോ? ചിന്തിച്ച് ഞരങ്ങി ചെന്നപ്പോൾ മകനെയും ചെന്നപ്പോൾ 3 പേരെ ദൈവം ഒരുക്കി. ശോഭി, മാഗി, ബർസില്ലായി. അവര് കൊണ്ട് കൊടുത്തത് കിടക്കാൻ കിണ്ണം, മൺപാത്രം. ദാവീദിനും കൂടെയുള്ളതിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരിക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവന്മാർക്കൊക്കെ പോരെ. നിന്റെ ദൈവം നിനക്ക് നന്മ തരും. PYC അംഗങ്ങളോട് പറയാം, ദൈവം നന്മയുടെ വഴിയൊരുക്കും. ഒരുത്തിന്റെ അടുക്കലും കള്ളം പറഞ്ഞു മാമൻ സാധിച്ചു ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. അവൻ മുട്ടേലിരിക്കണം. അവൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അത് PYCക്ക് മാത്രമല്ല, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. നന്മയുടെ വഴികളെ ദൈവം തുറക്കും. ശത്രു അടച്ചതിനെ ദൈവം തുറന്നു തരുമല്ലോ. ദൈവം നിനക്ക് നന്മയുടെ വഴി വെട്ടി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടക്കാതെ വേണം തുറച്ചു തരും, ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും. ദാവീദിന്റെ താക്കോൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് അഴിക്കപ്പെടുക. നീ ആലയം വിട്ടു പോകുമ്പോൾ നന്മയുടെ വഴി തുറക്കട്ടെ. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ ദൈവം നിനക്ക് വേണ്ടി നന്മയുടെ വഴി തുറക്കാൻ പോകുക. ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് അധികപ്പെടുക്കും. ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. ദൈവം വഴി തുറക്കും. ദൈവം വഴി തുറക്കും. ഇന്ന് രാത്രി ദൈവം വഴിയൊരുക്കുന്നുണ്ട്. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. വന്നതുപോലെ പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിനൊക്കെ വേണ്ടി അത്ഭുതം ദൈവത്തെ കുറിച്ച് സമയം പോയി. ഇത്രയും സമയം നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്കും എല്ലാവർക്കും അഗൈതവമായ നന്ദി ചൊല്ലുന്നു. 2 നിമിഷവും കൂടെ ഒരു പഴയ പാട്ടിന്റെ ഒരു ശീലം മതി. ഇടയ്ക്കിടയ്ക്ക് പാടിയല്ലോ, പഴയ പാട്ട് ചേർന്ന് പാടണം. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ യാതയെ, ഞങ്ങൾ ശാന്തരായെന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ യാതയെ, ഞങ്ങൾ ശാന്തരായെന്നും നിന്റെ ശക്തിയാൽ. അപേക്ഷിക്കുക. തീരെ വിഷമമായിരുന്നു. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തി വീശി. ഒരു നിമിഷം എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തി. ഇന്നും എന്നേക്കും